നമസ്കാരം, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നേരിയ തോതിലെങ്കിലും കഴിഞ്ഞ ദിവസം വീണ്ടും അമേരിക്ക ഇറാൻ സംഘർഷം ആവർത്തിക്കുന്നു എന്നൊരു സംശയം ഉടലെടുത്ത സാഹചര്യത്തിൽ നിന്ന് മാറി എന്തായാലും പൂർണ്ണമായ സമാധാന നടപടികളിലേക്ക് നീങ്ങാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുന്നു. വീണ്ടും ആശ്വാസത്തിൻ്റെ വാക്കുകൾ തന്നെ പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നു. ശരിക്കും ഇത് തുടക്കം മുതൽ ഇങ്ങനെ തന്നെയാണ് മാറി മറിഞ്ഞു വരുന്നൊരു സാഹചര്യം. കൃത്യമായി പൂർണ്ണമായി ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ധാരണയിലേക്ക് എത്താതെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സാഹചര്യം തന്നെയാണ്. സംസ്ഥാനത്തേക്ക് എത്തുമ്പോൾ മഴ വീണ്ടും ശക്തമാകുന്നു. കഴിഞ്ഞ ദിവസം തന്നെ നല്ല രീതിയിൽ മഴ തുടങ്ങിക്കഴിഞ്ഞു സംസ്ഥാന വ്യാപകമായി. ഇന്നിപ്പോൾ കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലേർട്ട് അടക്കം ഉണ്ട്. എല്ലാവരും സൂക്ഷിച്ച് സുരക്ഷിതരായി ജാഗ്രതയോടുകൂടിയിരിക്കുക. നിയമസഭ ഇന്നിപ്പോൾ ചേരുന്നുണ്ട്. മദ്യത്തിലെ വീര്യം കുറഞ്ഞ മദ്യത്തിലെ നികുതി ഇളവിലെ ധനബില്ലിൽ അതിപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട ഭരണ പ്രതിപക്ഷ വാക്പോര് ഇന്നും സഭയെ പ്രക്ഷുബ്ധമാക്കുമെന്ന സൂചനകളൊപ്പം തിരുവനന്തപുരം നഗരസഭയിൽ എങ്ങനെ BJP ഭരണസമിതി മേയർ VV രാജേഷ് അടക്കമുള്ളവർ ഈ ഒരു UDF-ൻ്റെയും LDF-ൻ്റെയും ഒക്കെ ഈ ഒരു അവിശ്വാസ പ്രമേയ നീക്കത്തെ അതോ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും നമുക്ക് സംശയം ബാക്കിയായി നിൽക്കുന്നു. അങ്ങനെ സംഭവബഹുലമായ നിരവധി വാർത്തകളുള്ള ഒരു ദിവസം തന്നെയാണ്. തലക്കെട്ടുകൾ നോക്കി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കാം. അമേരിക്ക ഇറാൻ സംഘർഷം അവസാനിക്കുന്നു. ഖത്തറിൽ നടന്ന ചർച്ചയിൽ ഇരുപക്ഷവും ധാരണയായതായി റിപ്പോർട്ടുകൾ. നാളെ ദോഹയിൽ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കും. ഹോർമുസിന്റെ പരമാധികാരം തങ്ങൾക്കെന്നാവർത്തിച്ചു ഇറാൻ. അമേരിക്കയുടെ 8 സൈനിക താവളങ്ങൾ തകർത്തുവെന്നും ഇറാന്റെ വാദം. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടങ്ങൾക്ക് തുടക്കം. ദക്ഷിണാഫ്രിക്കയെ എതിരില്ലാത്ത ഒരു ഗോളിനെ തകർത്ത് കാനഡ പ്രീ ക്വാർട്ടറിൽ. ഇന്ന് ബ്രസീൽ ജപ്പാനെ നേരിടും. ജർമ്മനിയുടെ എതിരാളികൾ പരാഗ്വേ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. നിർണായക കൗൺസിൽ യോഗം 2 മണിക്ക്. പ്രമേയത്തെ പിന്തുണയ്ക്കില്ല എന്ന നിലപാടിലുറച്ച് LDF. കൗൺസിലർ സുഗതനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയിലേക്ക് ഇന്ന് UDF-ന്റെ മാർച്ച്. നേരിടാനുറച്ച് BJP. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി നിർദ്ദേശം ധനബില്ലിൽ ഉൾപ്പെടുത്തിയതിനെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോരിന് ഇന്നും സാധ്യത. സ്വകാര്യ മദ്യലോബിയെ സഹായിക്കാനുള്ള സർക്കാരിന്റെ നീക്കമെന്നാവർത്തിച്ച് പ്രതിപക്ഷം. ധനബിൽ മറ്റന്നാൾ സഭയിൽ. സംസ്ഥാനത്ത് കനത്ത മഴ. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ട്. വടക്കൻ ജില്ലകളിൽ നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9ാം പ്രതിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന പോലീസിന്റെയും EDയുടെയും അപ്പീൽ ഇന്ന് ഹൈക്കോടതിയിൽ. പ്രോസിക്യൂട്ടറായിരുന്ന ഗീന കുമാരി കേസിൽ എതിർകക്ഷി. 12ാം പ്രതിയുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതി വാദം കേൾക്കും. സർക്കാർ നിയമിച്ച സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഹാജരാകും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രാഥമിക സമാധാന കരാറിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയിലെത്തിയതായി റിപ്പോർട്ടുകൾ. ഖത്തറിൽ നടന്ന ചർച്ചയിൽ ഇരുപക്ഷവും ധാരണയായതായിട്ടാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. നിലവിലുള്ള വെടിനിർത്തൽ 60 ദിവസത്തേക്ക് കൂടി നീട്ടുന്നതിനും ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുമുള്ള കരാറിലാണ് ഇരു രാജ്യങ്ങളും ധാരണയായത്. നാളെ ദോഹയിൽ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കും. വിഷയത്തിൽ തീരുമാനമെടുക്കാൻ തനിക്ക് കൂടുതൽ സമയം വേണമെന്ന് ട്രംപ് മധ്യസ്ഥരെ അറിയിച്ചതായും സൂചനയുണ്ട്. ഹോർമുസിലെ ഉപരോധങ്ങൾ നീക്കണമെന്ന ഇറാന്റെ നിർദ്ദേശത്തിൽ ചർച്ചകളൊന്നും നടക്കുന്നില്ലെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടിരുന്നു. അതേസമയം ഹോർമുസ് കടലിടുക്കിലെ മൈനുകൾ 30 ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്യാമെന്നും കപ്പലുകളെ തടയില്ലെന്നും ഇറാൻ സമ്മതിച്ചുവെന്നാണ് റിപ്പോർട്ട്. ലോകകപ്പ് പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടി ആതിഥേയരായ കാനഡ നോക്കൌട്ട് റൗണ്ടിലെ ആദ്യ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. ഇതാദ്യമായാണ് കാനഡ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ എത്തുന്നത്. ഇഞ്ചുറി ടൈമിൽ സ്റ്റീഫൻ എസ്റ്റെക്യുയോ നേടിയ ഏക ഗോളിലാണ് കാനഡയുടെ വിജയം.
ലോക ഫുട്ബോളിൽ നോക്കൌട്ട് മത്സരങ്ങളിൽ ഇന്ന് ബ്രസീൽ ജപ്പാൻ പോരാട്ടമാണ്. രാത്രി 10:30-ക്കാണ് മത്സരം. ബ്രസീൽ മികച്ച ഫോമിലാണെങ്കിലും കഴിഞ്ഞ 2 ലോകകപ്പുകളിലും നോക്കൌട്ടിൽ കടുത്ത പോരാട്ടം കാഴ്ചവെച്ച ജപ്പാൻ ബ്രസീലിന് വെല്ലുവിളിയായേക്കും. നോക്കൌട്ടിൽ തോറ്റാൽ പുറത്തേക്ക് തന്നെ. അതുകൊണ്ട് ജീവൻ മരണ പോരാട്ടമാണ്. ഒരു ചെറിയ പിഴവ് പോലും തിരിച്ചടിയാകും. പഴുതുകളടച്ചാണ് ഓരോ ടീമും കളത്തിലിറങ്ങുന്നത്. നോക്കൌട്ടിൽ ശ്വാസമടക്കി ആരാധകർ കളി കാണുമ്പോൾ വമ്പൻ ടീമുകൾക്ക് നെഞ്ചിടിപ്പാണ്. കാരണം ആദ്യമായി ലോകകപ്പിലിറങ്ങിയതിന്റെ അങ്കലാപ്പോ ചെറിയ രാജ്യമെന്ന ഭാവമോ ഇല്ലാത്ത ടീമുകൾ പലരുടെയും പേടി സ്വപ്നമാണ്. ഇന്ന് രാത്രി ജപ്പാനെ നേരിടുമ്പോൾ ബ്രസീലിന് തന്നെയാണ് മുൻതൂക്കം. ബ്രസീൽ ഗ്രൂപ്പ് സിയിലെ ചാമ്പ്യന്മാരായാണ് റൗണ്ട് 32ലേക്ക് എത്തിയത്. ബ്രസീൽ മൊറോക്കോയോട് 1-1 സമനില വഴങ്ങിയ ശേഷം ഹെയ്തിയെ 3-0 സ്കോട്ട്ലൻഡിനെ 3-0 തകർത്താണ് നോക്കൌട്ടിലെത്തിയത്. ബ്രസീൽ നിരയിലേക്ക് നെയ്മർ ജൂനിയർ തിരിച്ചെത്തിയത് ടീമിന്റെ ആത്മവിശ്വാസം ഉയർത്തുന്നുണ്ട്. പക്ഷേ മധ്യനിരയുടെ സ്ഥിരതക്കുറവ് പ്രശ്നമാണ്. പ്രതിരോധത്തിലെ വിടവ് പൂർണ്ണമായി നികത്താനുമായിട്ടില്ല. പലപ്പോഴും ഗോളി അലിസൺ ബെക്കറുടെ മികവാണ് കൂടുതൽ ഗോൾ വഴങ്ങാതെ ബ്രസീലിനെ രക്ഷിച്ചത്. വിനീഷ്യസ് ജൂനിയർ, മത്തിയൂസ് കുന്യ എന്നിവരും ടീമിന് കരുത്താണ്. ജപ്പാൻ ഗ്രൂപ്പ് എഫിലെ 2ാം സ്ഥാനക്കാരായാണ് നോക്കൌട്ടിലെത്തിയത്. കഴിഞ്ഞ വർഷം നടന്ന സൗഹൃദ മത്സരത്തിൽ ബ്രസീലിനെ തോൽപ്പിച്ച ചരിത്രമുള്ള ജപ്പാന് ബ്രസീലിനെ ഭയമില്ല. കഴിഞ്ഞ 2 ലോകകപ്പുകളിലും നോക്കൌട്ടിൽ കടുത്ത പോരാട്ടം കാഴ്ചവെച്ച ജപ്പാൻ മറ്റൊരു അട്ടിമറിക്കാണ് ലക്ഷ്യമിടുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു മത്സരം പോലും ജപ്പാൻ തോറ്റില്ലെന്നത് എടുത്തു പറയേണ്ടതാണ്. കരുത്തരായ നെതർലൻഡ്സിനെ 2-2 സമനിലയിൽ തളച്ച ജപ്പാൻ ട്യൂണീഷ്യയെ എതിരില്ലാത്ത 4 ഗോളിന് കീഴടക്കി. സ്വീഡനോട് 1-1 സമനില നേടിയാണ് ജപ്പാൻ റൗണ്ട് 32ലേക്ക് എത്തുന്നത്. ഉയരക്കുറവെന്ന ദൗർബല്യത്തെ വേഗം കൊണ്ടും മിന്നൽ പാസ് കൊണ്ടും മറികടക്കുന്ന ജപ്പാൻ 1-2 താരങ്ങളിലേക്ക് ഒതുങ്ങാതെ ടീം എന്ന നിലയിൽ ഒത്തിണക്കത്തോടെ കളിക്കുന്നുവെന്നതാണ് എടുത്തു പറയേണ്ടത്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. 2026 ലോകകപ്പിൽ ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ ജർമ്മനി പരാഗ്വയെ നേരിടും. രാത്രി 2 മണിക്കാണ് മത്സരം. 2014 ഫൈനലിന് ശേഷം ജർമ്മനി കളിക്കുന്ന ആദ്യ നോക്കൌട്ട് മത്സരമാണ് ഇത്. 12 വർഷങ്ങൾക്ക് ശേഷമുള്ള തങ്ങളുടെ ആദ്യ ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിനിറങ്ങുമ്പോൾ ജർമ്മനിക്ക് കടുത്ത എതിരാളികളാണ് പരാഗ്വെ. ആദ്യ മത്സരത്തിൽ കുറസോയെ 7-1 തകർത്തുകൊണ്ട് തുടങ്ങിയ ജർമ്മനി ഐവറി കോസ്റ്റിനെതിരെ കഷ്ടിച്ചാണ് ജയിച്ചത്. ഇക്വഡോറുമായുള്ള പോരാട്ടത്തിൽ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. നിർണായക കൗൺസിൽ യോഗം 2 മണിക്ക് ചേരും. അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് LDF. വ്യക്തത വരുത്താതെ UDF-ഉം നേരിടാനുറച്ച BJP-യും രംഗത്തുണ്ട്. അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ് വിവരങ്ങളുമായി. അൺഫിലിറ്റ്, കോർപ്പറേഷനിലെ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള നിർണായക യോഗം ഉച്ചയ്ക്ക് 2 മണിക്കാണ്. പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് VV രാജേഷും കൂട്ടരും. സ്വപ്ന, 2 മണിക്കാണ് കൗൺസിൽ യോഗം ചേരുന്നത്. ഏറ്റവും നിർണായകമായ കൗൺസിൽ യോഗമാണ് ഇന്ന് തലസ്ഥാന കോർപ്പറേഷനിൽ നിന്ന് അരങ്ങേറുന്നത്. ഈ കൗൺസിൽ യോഗത്തിൽ R. സുഗതൻ, വാഴോട്ടോടം കൗൺസിലായിരിക്കുന്ന കാപ്പ കേസ് ചുമത്തി ജയിലിലടയ്ക്കപ്പെട്ട R. സുഗതൻ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കില്ല. സുഗതന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾക്കായിരിക്കും ഇന്ന് പ്രധാനമായും നഗരസഭ സാക്ഷ്യം വഹിക്കുക. കാരണം ഇത്രയും നാൾ റിലേ സത്യാഗ്രഹം നടത്തിയിരുന്നത് LDF ആയിരുന്നു. അപ്പോൾ UDF സമരത്തിലുണ്ടായിരുന്നുവെങ്കിലും പ്രത്യക്ഷത്തിൽ അവരൊരു സത്യാഗ്രഹവുമായി കടുപ്പിച്ച് LDF-നൊപ്പം തന്നെ കടുപ്പിച്ച് UDF സമരത്തിലുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് UDF ഈ സമരം നടത്തുന്നതിനേക്കാൾ കുറെ കൂടി എളുപ്പം അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതാണ്. അതിനപ്പുറത്തേക്ക് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുമ്പോൾ അതിന്മേൽ ചർച്ച നടക്കും. ആ ചർച്ചകളിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കാമെന്നൊരു നിലപാട് UDF എടുത്തിരുന്നു. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായൊരു നീക്കം കൂടി UDF ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അങ്ങനെ UDF ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്നുള്ളൊരു നീക്കം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ LDF അതിനെ പിന്തുണയ്ക്കില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞു. രാഷ്ട്രീയമായി വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകും. അങ്ങനെ LDF UDF-ഉം കൈകോർത്ത് അവിശ്വാസ പ്രമേയത്തെ നേരിടുകയാണെങ്കിൽ BJP അത് രാഷ്ട്രീയ നേട്ടത്തിനായി വിനിയോഗിക്കുമെന്ന് ഉറപ്പാണ്. അത് വലിയ രീതിയിൽ സംസ്ഥാനത്ത് LDF-ന് തിരിച്ചടി ഉണ്ടാകും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കത്തിന് അവർ കൈകൊടുക്കാതിരുന്നത്. എന്നാൽ അതിനെതിരെ UDF രംഗത്ത് വരികയൊക്കെ ചെയ്തിരുന്നു. ഇവർ CPM BJP തമ്മിലൊരു അന്തർധാരയുണ്ട്. അതുകൊണ്ടാണ് CPM ഈ രീതിയിൽ ഗുണ്ടായുസം കാണിക്കാൻ മാത്രമേ CPM-ന് കഴിയുകയുള്ളൂ, ഒരു രാഷ്ട്രീയമായി നേരിടാൻ കഴിയുകയില്ല എന്ന രീതിയിൽ മറുഭാഗത്ത് UDF വലിയ രീതിയിൽ പ്രതിഷേധമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഈ LDF ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അവർക്ക് അവിശ്വാസത്തിന് പിന്തുണയ്ക്കുകയില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതേസമയം പ്രതിഷേധവുമായി റിലേ സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള പ്രതിഷേധവും തുടരും. R. സുഗതന്റെ രാജി
ആവശ്യപ്പെട്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ LDFന്റെ നിലപാട്. മറുഭാഗത്ത് UDF ആണെങ്കിൽ അവിശ്വാസം കൊണ്ടുവരുമോ എന്നത് ഇപ്പോഴും വ്യക്തതയില്ല. കാരണം കൊണ്ടുവരികയാണെങ്കിൽ 3 അംഗങ്ങളായ 34 പേരുടെ പിന്തുണ ഒപ്പിടണം. 34 പേർ. അങ്ങനെ വരുമ്പോൾ 20 പേർ മാത്രമേ UDFിലുള്ളൂ. അപ്പം UDFിന്റെ ഇടതുപക്ഷത്തിന്റെ ഒപ്പോ ഇടതുപക്ഷ പിന്തുണയില്ലാതെ അങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിക്കാൻ പോലും കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ UDF തൽക്കാലം അവിശ്വാസ പ്രമേയം ഇന്ന് 2 മണിക്ക് അവതരിപ്പിക്കാനോ അത് നോട്ടീസ് നൽകാനോ സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് UDF. പക്ഷേ പ്രതിഷേധം വലിയ രീതിയിൽ കടുപ്പിക്കും. സത്യാഗ്രഹത്തിന് UDFും കൂടി തുടക്കമിടുകയാണ് ഇന്ന്. അങ്ങനെ ഇന്ന് കൗൺസിൽ യോഗം 2 മണിക്ക് ആരംഭിക്കുമ്പോൾ പ്രതിപക്ഷത്തിൽ നിന്ന് UDFും LDFും ആർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭ സമരത്തിനായിരുന്നു ഇന്ന് തുടക്കമിടുന്നത്. അങ്ങനെ വരുമ്പോൾ അത് BJPക്ക് ഈ സത്യാഗ്രഹങ്ങളുടെ ഒരു വേദിയായി ഇനി തിരുവനന്തപുരം കോർപ്പറേഷൻ മാറുന്നു എന്നൊരു പ്രത്യേകത കൂടി ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. അതേസമയം ഏത് രീതിയിൽ എന്ത് അവിശ്വാസം കൊണ്ടുവന്നാലും അതിനെ നേരിടാൻ തയ്യാറാണ്, സജ്ജമാണ് എന്ന ആത്മവിശ്വാസം വലിയ രീതിയിൽ തന്നെ BJP പ്രത്യേകിച്ച് മേയറൊക്കെ പുറത്തെടുക്കുന്നുണ്ട്. കാരണം അവർക്കറിയാം ഒരു പ്രായോഗികമായി ഒരു അവിശ്വാസ പ്രമേയം അത് LDF ആയാലും UDF ആയാലും കൊണ്ടുവന്നാൽ അത് എങ്ങനെ എന്നതിന് ഇപ്പോഴും വ്യക്തത കുറവുണ്ട്. കാരണം അത് നടക്കുകയില്ല. കാരണം ആവശ്യത്തിന് പിന്തുണ 2 പേർക്കുമില്ല എന്ന് വ്യക്തമായി തന്നെ അറിയാം. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും നേരിടാൻ ഉറപ്പിച്ചു തന്നെയാണ് BJP നിൽക്കുന്നത്. എന്തായാലും അവിശ്വാസ പ്രമേയമായി കൊണ്ടുവരാനുള്ള സാധ്യതയില്ല തന്നെയാണ്. പക്ഷേ പ്രതിഷേധം വലിയ രീതിയിൽ സുഗതന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ഘടിപ്പിക്കാനാണ്. അതേസമയം സുഗതൻ ഇന്ന് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുകയില്ല. പങ്കെടുത്തില്ലെങ്കിലും സുഗതൻ അയോഗ്യത വരുന്നില്ല. കാരണം അടുത്ത കൗൺസിൽ യോഗത്തിൽ കൂടി പങ്കെടുക്കാതിരുന്നാൽ മാത്രമേ തുടർച്ചയായി 3 യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ അത് സ്വാഭാവികമായും തന്നെ അത് അയോഗ്യതയിലേക്ക് മാറുകയും ചെയ്യുന്നു. പക്ഷെ അതിനു മുമ്പേ ഇനി അടുത്ത കൗൺസിൽ യോഗത്തിന് മുമ്പേ സുഗതനെ പുറത്തേക്ക് ഇറങ്ങി ജാമ്യം ലഭിച്ച് പങ്കെടുപ്പിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. അല്ലെങ്കിൽ അത് BJPക്ക് വലിയ തിരിച്ചടിയായി മാറും. അതോടൊപ്പം തന്നെ സുഗതനെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ട കോടതി ഉത്തരവ് നിലനിൽക്കുകയാണ്. അപ്പോൾ സുഗതന്റെ ജാമ്യത്തിൽ ഇളവ് നൽകി സുഗതനെ പുറത്തിറക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ് BJPയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. നിയമ പോരാട്ടം ശക്തമായി നടക്കുന്നുണ്ട്. ഒപ്പം ഇന്ന് 2 മണിക്ക് ചേരുന്ന കൗൺസിൽ യോഗത്തെ എങ്ങനെ നേരിടണമെന്നാണ് BJP എല്ലാ രീതിയിലും അത് രാഷ്ട്രീയമായും എല്ലാ രീതിയിലും തന്നെ അത് നേരിടാൻ സജ്ജമായി BJP ഇരിക്കുകയാണ്. മറുഭാഗത്ത് UDFും LDFും കനത്ത പ്രക്ഷോഭത്തിൽ തന്നെയാകും ഇന്നു മുതൽ തുടക്കമിടുക. തീർച്ചയായും നിർണായകമായ കൗൺസിൽ യോഗം 2 മണിക്ക് ചേരുകയാണ്. കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുന്നത്. അൺഫിൽഡ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി നിർദ്ദേശം അതിപ്പോൾ ധനബില്ലിൽ ഉൾപ്പെടുത്തി പ്രതിഷേധം വലിയ രീതിയിൽ ശക്തമാവുകയാണ്. ഒപ്പം നിയമസഭാ സമ്മേളനവും ചേരുന്നു. എന്താകും ഇന്ന് സഭയിൽ സംഭവിക്കുക? ഈ സ്വകാര്യ മദ്യലോബി സഹായിക്കാനുള്ള സർക്കാരിൻ്റെ നീക്കം, ആ ആരോപണത്തിൽ പ്രതിപക്ഷം ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ബുധനാഴ്ചയാണല്ലോ ധനബിൽ സഭയിൽ അവതരിപ്പിക്കുന്നത്. തീർച്ചയായും സ്വപ്ന, സഭയിൽ ബുധനാഴ്ച അതായത് മറ്റന്നാൾ ധനബിൽ അവതരിപ്പിക്കുകയാണ്. ആ ധനബില്ല് സഭയിൽ പാസ്സാവുകയും ചെയ്യും. പക്ഷേ ഇന്നും നാളെയും മറ്റന്നാൾ 3 ദിവസത്തോടുകൂടി സഭ ചേരുന്നു. അതോടുകൂടി ഈ 16 നിയമസഭയിലെ ആദ്യ സെഷൻ സഭാ സമ്മേളനം അവസാനിക്കുകയാണ്. പക്ഷേ ഇന്ന് ചേരുന്നത് ധനാഭ്യർത്ഥന ചർച്ചകളാണ്. ഇന്ന് എക്സൈസ് വകുപ്പിന്റെ ഉൾപ്പെടെയുള്ള ധനാഭ്യർത്ഥന ചർച്ചകൾ ഇന്നുണ്ട്. പ്രധാനമായും ഇന്നത്തെ ധനാഭ്യർത്ഥന ഇന്നും നാളെയും ഒക്കെ ധനാഭ്യർത്ഥന ചർച്ചകളാണ്. മറ്റന്നാൾ ധനബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കുന്നു. അതാണ് ഈ 3 ദിവസത്തെ നടപടിക്രമങ്ങൾ. പക്ഷെ ഇന്ന് ഈ 3 ദിവസവും പ്രതിപക്ഷം ഭരണപക്ഷം നേരിടാൻ പോകുന്നത് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഘടന ബജറ്റിൽ ഉൾപ്പെടുത്തി ആ നികുതി ഘടന ഉൾപ്പെടുത്തിയത് ഫിനാൻസ് ബില്ലിലും ഉൾപ്പെടുത്തു എന്നതാണ്. അത് കാരണം അത് ധനബില്ലിൽ ആ സമയത്ത് ബജറ്റിൽ മറുപടി പറയവേ മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞതാണ് ഈ നികുതി ഘടന ഉൾപ്പെടുത്തിയെങ്കിലും അത് UDF ചർച്ച ചെയ്ത് മദ്യനയത്തിൽ അംഗീകാരം നൽകിയാൽ മാത്രമേ ഇത് വീര്യം കുറഞ്ഞ മദ്യം ഇങ്ങനെ സുഖമായി വിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുള്ളൂ. UDF ചർച്ച ചെയ്ത് UDF മദ്യം വിൽക്കണ്ട എന്നാണ് തീരുമാനിക്കുകയാണെങ്കിൽ, അതായത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണ്ട എന്നാണ് തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ ഈ നികുതി ഘടനയ്ക്ക് ഒന്നിനും പ്രസക്തിയല്ല. അതായത് വീര്യം കുറഞ്ഞ മദ്യം ഇതേ നികുതിയിൽ സംസ്ഥാനത്ത് വിൽപ്പന ഉണ്ടാകില്ല എന്നൊരു അർത്ഥത്തിലാണ് വ്യക്തത വരുത്തുകയും നിയമസഭയിൽ ഉറപ്പ് നൽകുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഉടനെ തന്നെ അത് ധനബില്ലിൽ ഈ നികുതി ഘടന മുഴുവനും വന്നു. അപ്പോൾ ധനബില്ലിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിയമസഭ മറ്റന്നാൾ ധനബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ UDFിന്റെ ചർച്ചയ്ക്ക് ഒന്നും പ്രസക്തമല്ല. അപ്പോൾ സംസ്ഥാനത്ത് ഈ നികുതി ഘടനയിൽ വീര്യം കുറഞ്ഞ മദ്യം വിൽപ്പന നടത്തിയേ മതിയാകും. നിയമപരമായി അതിന് സാധുതയും വരും, നിയമപരമായി അതിന് പ്രാബല്യം വരികയാണ്. അപ്പോൾ പിന്നെ UDFിൽ ചർച്ച ചെയ്യുക എന്നത് വെറും ഒരു പുകമുറ മാത്രമാണ് എന്നാണ് ഇന്നലെ പ്രതിപക്ഷം നേതാവിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഉൾപ്പെടെ പ്രതിപക്ഷം പറയുന്നത്. അപ്പോൾ സർക്കാർ അഥവാ മുഖ്യമന്ത്രി വെറും ഒരു നാടകം കളിക്കുകയാണ്. UDFിൽ ചർച്ച ചെയ്ത് മാത്രമേ നടപ്പാക്കൂ എന്ന് നാടകം കളിക്കുകയാണ്. UDFിൽ എന്നത് ചർച്ച എന്ന് പറയുന്നത് അത് അപ്രസക്തമാണ്, അതൊരു പുകമുറ മാത്രമാണ്. ധനബില്ലിൽ ഉൾപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇതെന്തായാലും നിയമമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അത് വിറ്റില്ലെങ്കിൽ ഈ ബക്കാടി കമ്പനി പോലും കോടതിയെ നേരിടും. ആ ഒരു സാഹചര്യത്തിലാണ് വന്നത്. അപ്പോൾ സർക്കാർ ഇതിൽ കളിക്കുകയാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി കൃത്യമായ നാടകം കളിക്കുക
വയ്ക്കുകയാണ്. മുഖ്യമന്ത്രി കർണാടകയിൽ മദ്യലോബിയെ സഹായിക്കാനത് കഴിഞ്ഞ തവണ നിയമസഭയിലും പ്രതിപക്ഷം ഈ ആരോപണം ഉന്നയിച്ചാൽ അപ്പോൾ ഇന്നും നാളെയും മറ്റന്നാളും ഉറപ്പായും പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത് ധനബില്ലിൽ ഇത് ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ധനബില്ലിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് നിയമമായി കഴിഞ്ഞു. അങ്ങനെ നിയമമായി കഴിഞ്ഞാൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി നേർപകുതിയാണ്, 250% എന്നത് 120 നേർപകുതി താഴെ കുത്തനെ ഇടിയുമ്പോൾ വലിയ രീതിയിൽ ഈ ബിയറും വൈനും ഒക്കെ തന്നെ ഇവിടെ ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. യുവതലമുറയൊക്കെ തന്നെയും വലിയ രീതിയിൽ ലഹരി വ്യാപനത്തിന്റെ ഇടയിലാകും. അങ്ങനെ കടുത്ത പ്രതിഷേധമായിരിക്കും ഇന്ന് സഭയിൽ പ്രതിപക്ഷം ഇത് കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ ഭരണ മുന്നണിയിൽ നിന്ന് പോലും വിമർശനം നേരിടുകയാണ്. പക്ഷെ അത് പ്രത്യക്ഷത്തിൽ വിമർശനമായി വന്നില്ല എന്നേ ഉള്ളൂ. ധനബില്ലിൽ ഇത് ഉൾപ്പെടുത്തി പാസ്സാക്കാൻ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഭരണമുന്നണിയിൽ നിന്ന് പോലും വിയോജിപ്പുകളുണ്ട്. പക്ഷെ അവർ പരസ്യമാക്കുന്നില്ല. അങ്ങനെ ഭരണമുന്നണിയിലുള്ള വിമർശനങ്ങൾക്കിടയിലും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി സഭയിൽ വരുമ്പോൾ ഇനി മുഖ്യമന്ത്രിയുടെ നിലപാടൊക്കെ തന്നെ വളരെ പ്രസക്തമാകും. പക്ഷേ ഇനി ഒരു മുഖ്യമന്ത്രി എപ്പോഴും പറയുക UDF-ൽ ചർച്ച ചെയ്യും. പക്ഷേ ആ ചർച്ചയ്ക്കുള്ള അപ്രസക്തമാക്കിക്കൊണ്ടാണ് ധനബില്ലിൽ ഈ നികുതി ഘടന വരികയും ധനബില്ല് മറ്റന്നാൾ പാസ്സാക്കാൻ പോവുകയും ചെയ്യുന്നത്. അപ്പോൾ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിക്കുമ്പോൾ എന്ത് മറുപടി അല്ലെങ്കിൽ എന്ത് വിശദീകരണം ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ എന്ത് വ്യക്തതയായിരിക്കും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി വരുത്തുക? ഇതൊക്കെ തന്നെയും ഇന്ന് ചേരുന്ന നിയമസഭ, ഇന്നും നാളെയും ഒക്കെ ചേരുന്ന നിയമസഭയിൽ വളരെ നിർണായകം തന്നെയാണ്. സ്വപ്ന, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി നിർദ്ദേശം ധനബില്ലിൽ ഉൾപ്പെടുത്തിയതിനെ ചൊല്ലി പ്രതിഷേധം ശക്തമാകുമ്പോൾ നിയമസഭാ സമ്മേളനം ഇന്നിപ്പോൾ ചേരുന്നു. ഇന്നും നാളെയും മറ്റന്നാളുമൊക്കെ സഭ പ്രക്ഷുബ്ധമാകുമെന്ന സൂചന തന്നെയാണ് അൺഫിലിപ്പ് നൽകുന്നത്. സ്വകാര്യ മദ്യലോബിയെ സഹായിക്കാനുള്ള സർക്കാരിന്റെ നീക്കം, ഈയൊരു ആരോപണം എന്തായാലും പ്രതിപക്ഷം ആവർത്തിക്കും, ശക്തമാക്കും. ധനബിൽ ബുധനാഴ്ച എന്തായാലും സഭയിൽ അവതരിപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. UDF സർക്കാരിന്റെ പുതുക്കിയ ബജറ്റിലൂടെ കേരളത്തിലെ നഗരസഭകളുടെ വികസന ഫണ്ട് വിഹിതം, പട്ടികജാതി വികസന ഫണ്ട് എന്നിവ വൻ രീതിയിൽ വെട്ടിക്കുറച്ച മുഖ്യമന്ത്രി VD സതീശന്റെ നടപടി തദ്ദേശ സ്ഥാപനങ്ങളോട് ചെയ്യുന്ന ക്രൂരതയെന്ന് നഗരസഭാ ചെയർമാൻമാരുടെ സംഘടനയായ ചേംബർ ഓഫ് ചെയർമാൻസ് ജനറൽ സെക്രട്ടറി VV രമേശൻ. നഗരസഭകൾക്ക് നൽകാൻ ഫണ്ടില്ല എന്ന മറുപടിയാണ് മുഖ്യമന്ത്രി ചേംബർ ഓഫ് ചെയർമാൻസിന് നൽകിയത്. നഗരസഭകളുടെ വെട്ടിക്കുറച്ച ഫണ്ട് വിഹിതം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. UDF സർക്കാർ പുതുക്കിയ ബജറ്റിലൂടെ കേരളത്തിലെ നഗരസഭകളുടെ വികസന ഫണ്ട് വിഹിതത്തിൽ കോടികൾ വെട്ടിക്കുറച്ചതോടെ UDF ആയാലും LDF ആയാലും വികസന പദ്ധതികൾ നടപ്പാക്കാൻ പറ്റാത്ത നഗരസഭാ ഭരണസമിതികളായി മാറിയെന്ന് കേരളത്തിലെ നഗരസഭാ ചെയർമാൻമാരുടെ സംഘടനയായ ചേംബർ ഓഫ് ചെയർമാൻസ് ആരോപിക്കുന്നു. വികസന പദ്ധതികളെ കുറിച്ച് ജനങ്ങൾ ചോദിക്കുമ്പോൾ നഗരസഭകൾക്ക് ഒന്നും പറയാനില്ല, ഫണ്ടില്ലെന്ന മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയതെന്നും അതേസമയം നഗരസഭകൾക്ക് ലഭിക്കേണ്ട ഫണ്ട് വകമാറ്റി കയ്യടി ലഭിക്കുന്ന മറ്റു പ്രവൃത്തികൾക്ക് സർക്കാർ വിനിയോഗിക്കുകയാണെന്നും ചേംബർ ഓഫ് ചെയർമാൻസ് ജനറൽ സെക്രട്ടറിയും കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാനുമായ VV രമേശൻ പറഞ്ഞു. ഞങ്ങളുടെ റോഡ് എവിടെ, ഞങ്ങളുടെ കുടിവെള്ള പദ്ധതികൾ എവിടെ, ഞങ്ങൾക്ക് വേണ്ടി മറ്റു വികസന പ്രവർത്തനങ്ങൾ എവിടെയെന്ന് ആളുകൾ ചോദിക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധികാരികൾക്ക് ഒന്നും പറയാനില്ല. UDF സർക്കാർ വികസനത്തിന് തടസ്സം നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് കയ്യടി വാങ്ങാൻ വേണ്ടി ചെയ്യുന്നു, മറ്റൊരു ഭാഗത്ത് ജനങ്ങളുടെ കണ്ണീര് വീഴുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സമരമുഖത്തേക്ക് തള്ളിവിടാതെ നഗരസഭകളുടെ വെട്ടിക്കുറച്ച ഫണ്ട് വിഹിതം പുനഃസ്ഥാപിക്കാൻ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണം. കാഞ്ഞങ്ങാട് നഗരസഭയിൽ ലഭിച്ചിരുന്ന ആദ്യ പ്ലാൻ ഫണ്ട് വിഹിതമായ 9,69,00,000 രൂപ 2,08,89,000 രൂപയായി കുറച്ച കാര്യം ചെയർമാൻ ചൂണ്ടിക്കാട്ടി. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയാണ്. അടിയന്തരമായിട്ടും സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നേരത്തെ നൽകിയ തുകകൾ അനുവദിച്ചു തരണം. അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭം ഞങ്ങൾക്ക് ആരംഭിക്കേണ്ടി വരും. അതിനായി ഞങ്ങളെ പ്രേരിപ്പിക്കരുത് എന്നാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാഞ്ഞങ്ങാട് നഗരസഭയിലെ റോഡ് വികസനം, കുടിവെള്ള പ്രശ്നം പരിഹരിക്കൽ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, മത്സ്യത്തൊഴിലാളി മേഖല തുടങ്ങിയ ജനവിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതി പ്രവർത്തനങ്ങൾ എന്നിവയെ ഫണ്ട് വെട്ടിക്കുറക്കൽ സാരമായി ബാധിക്കും. അമൃത ന്യൂസ്, കാസർഗോഡ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9ാം പ്രതിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന പോലീസിന്റെയും EDയുടെയും അപ്പീൽ ഇന്ന് ഹൈക്കോടതിയിൽ. പ്രോസിക്യൂട്ടറായിരുന്ന ഗീനാകുമാരി കേസിൽ എതിർകക്ഷിയാണ്. 12ാം പ്രതിയുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതി വാദം കേൾക്കും. സർക്കാർ നിയമിച്ച സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഹാജരാകും. അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ് വിവരങ്ങളുമായി. അഡ്വക്കേറ്റ് രാജേഷ്, 2 കോടതികളിൽ ഈ വിഷയം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വരികയാണ്. ഹൈക്കോടതിയിലും മറ്റൊന്ന് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലും. എന്തായാലും പ്രതിക്ക് ജാമ്യം അനുവദിച്ചതിനെതിരെ സർക്കാർ സമർപ്പിക്കുന്ന അപ്പീലിൽ സ്വന്തം പ്രോസിക്യൂട്ടറെ എതിർകക്ഷിയാക്കാനുള്ള ആ നീക്കം ഒരുപക്ഷെ നിയമചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒരു നടപടി എന്നൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഈ
ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യമായിട്ടാണ് സർക്കാരും EDയും കേന്ദ്ര സർക്കാരും എല്ലാം കാണുന്നത്. അത് ഒരുതരം ആസൂത്രിതമായ ആക്രമണമായിരുന്നു എന്ന ആരോപണമുണ്ട്. അതിൽ 10 പ്രതികളെ ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഗൂഢാലോചന നടത്തിയ ആൾക്കാരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ഇതാണ് ED ഹൈക്കോടതിയിൽ മുന്നിൽ വെച്ച കാര്യം. അത് മാത്രമല്ല, ഈ അപ്പീൽ ഹൈക്കോടതിയിൽ ED പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം, ഇത് ബംഗാൾ മോഡൽ അങ്ങനെ ഒരു വാക്ക് അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. മുമ്പ് ബംഗാളിലൊക്കെ ഇതുപോലെ ആൾക്കൂട്ട ആക്രമണം നടത്തി ഉദ്യോഗസ്ഥരെ ചേർക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. കേരളത്തിൽ അങ്ങനെ ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് ഒരു അന്വേഷണം നടത്താൻ വരുന്നു. അവരെ ആക്രമിച്ചവരുടെ കാറൊക്കെ തല്ലി ചേർത്ത് അങ്ങനെയുള്ള ഒരു ഇത് കേരളത്തിൽ വളരെ അപൂർവമായിട്ടുള്ള കാര്യമാണ്. ആ രീതിയിൽ കേരളത്തിൽ ഇത് വളരുക അതെന്ന് പറഞ്ഞാൽ ക്രിമിനൽ ആൾക്കൂട്ടം ഒരു സ്വാധീനമുള്ള ഒരു പ്രദേശത്ത് ആൾക്കൂട്ടം കയറി ആക്രമിക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് കേരളം എത്തുന്നു. ഇതാണ് ED ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ ഈ ജാമ്യം റദ്ദാക്കണം എന്നുള്ള ആവശ്യം ഹൈക്കോടതി എങ്ങനെ പരിഗണിക്കും എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. കാരണം ഒരു സെഷൻസ് കോടതി നൽകിയ ജാമ്യം ഒരാൾക്ക് റദ്ദാക്കണമെങ്കിൽ ആ വ്യക്തിയുടെ കയ്യിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് കുറ്റകൃത്യങ്ങളോ അല്ല അതുപോലത്തെ വലിയ ഗുരുതരമായ കാര്യം വരണം. അത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ നിൽക്കട്ടെ. പക്ഷേ ഒരു ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യമായിട്ട് വരുമ്പോൾ ED ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. മറ്റൊന്ന് സെഷൻസ് കോടതിയിലെ കാര്യമാണ്. സെഷൻസ് കോടതിയിൽ മറ്റ് 2 പ്രതികൾ, അതായത് ഒരാൾക്ക് ജാമ്യം ലഭിച്ചു അതുകൊണ്ട് ഞങ്ങൾക്ക് തരണം എന്ന് ആവശ്യപ്പെടാനുള്ള അർഹത പ്രധാനമായിട്ടും ഒരു അഭിഭാഷകൻ അവിടെ വാദിക്കുന്നതായിരിക്കും. ഒരാൾക്ക് ജാമ്യം കൊടുത്തു അതുകൊണ്ട് ഞങ്ങൾക്കും തരണം എന്നുള്ളത്. അതിൽ പ്രോസിക്യൂട്ടർ മുൻ സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രോസിക്യൂട്ടറുടെ ഒരു വിവേചനാധികാരം വളരെ വലുതാണ് കോടതികളിൽ. ആ പ്രോസിക്യൂട്ടർ അത് അനുവദിച്ചു കൊടുത്തു എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെയും ആരോപണം. അതുകൊണ്ട് തന്നെ സർക്കാരും ഇതിനകത്ത് വളരെ കൃത്യമായ നടപടികൾ നടത്തുന്നുണ്ട്. ED അതിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കുന്ന നടപടിയിലേക്ക് പോയി, ഗീനാകുമാരിയെ മാറ്റുന്നതിലേക്ക് പോയി. കാരണം ഒരു പ്രോസിക്യൂട്ടർ ചെയ്യുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയം കാണുകയല്ല ചെയ്യേണ്ടത്. പ്രോസിക്യൂട്ടറുടെ വിവേചനാധികാരം വളരെ വലുതാണ്. പക്ഷേ പല പ്രോസിക്യൂട്ടർമാരും ആ വിവേചനാധികാരം കാണിക്കാതെ അതിനകത്ത് രാഷ്ട്രീയ അപ്പോയിന്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ രാഷ്ട്രീയം കലർത്തി കാണുന്നുണ്ട്. ഒരു പ്രതിക്ക് ജാമ്യം നൽകുന്ന രീതിയിൽ ഇത് ഇദ്ദേഹത്തിന് ജാമ്യം കൊടുത്താൽ ഇനി കസ്റ്റഡിയിൽ ആവശ്യമില്ല. പോലീസ് കൊടുത്ത റിപ്പോർട്ടാണ് പ്രോസിക്യൂട്ടർ കോടതിയിൽ സമർപ്പിക്കേണ്ടത്. കാരണം ആ പോലീസിന്റെ വക്കീൽ എന്നുള്ള രീതിയിലാണ് പ്രോസിക്യൂട്ടർ അവിടെ നിൽക്കേണ്ടത്. പക്ഷേ ഈ പോലീസ് കൊടുത്ത റിപ്പോർട്ട് മറച്ചു വെച്ചുകൊണ്ട് പ്രോസിക്യൂട്ടർ സ്വന്തമായിട്ടൊരു തീരുമാനം കോടതി അറിയിക്കുകയും കോടതി ജാമ്യം നൽകുകയും ചെയ്തു. ഇത് ഗുരുതരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ സർക്കാരും EDയും കർശനമായ നിലപാടെടുത്തുകൊണ്ട് കോടതിയെ സമീപിക്കുന്നത്. തീർച്ചയായും ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9ാം പ്രതിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന പോലീസിന്റെയും EDയുടെയും അപ്പീൽ ഇന്നിപ്പോൾ ഹൈക്കോടതിയിലാണ്. ഒപ്പം 12ാം പ്രതിയുടെ അടക്കം ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി ഇന്ന് വാദം കേൾക്കും. മാത്രമല്ല സർക്കാർ നിയമിച്ച സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഹാജരാകുകയും ചെയ്യും. അഡ്വക്കേറ്റ് രാജേഷാണ് വിവരങ്ങളുമായി ചേർന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇന്നിപ്പോൾ വീണ്ടും ഹൈക്കോടതിയിലെത്തുകയാണ്. കുറ്റപത്രം എന്ന് സമർപ്പിക്കുമെന്ന് SIT ഇന്ന് കോടതി അറിയിക്കും. 2025 സ്വർണ്ണ കൈമാറ്റത്തിലെ വീഴ്ചയിൽ ആരെല്ലാം പ്രതികളാകുമെന്നതിലും റിപ്പോർട്ട് നൽകും. കിരൺ ചേരുകയാണ് വിവരങ്ങളുമായി. കിരൺ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റപത്രം വൈകുന്നു എന്നതിൽ വലിയ രീതിയിലുള്ള ചർച്ചകളും വിവാദങ്ങളും ഒക്കെ നടന്ന സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ ഹൈക്കോടതിയിൽ എന്ന് സമർപ്പിക്കാനാകും എന്നത് സംബന്ധിച്ച് ഒരു ഹൈക്കോടതി ഇന്നിപ്പോൾ അറിയിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കേസിൽ. മാത്രമല്ല ഈ പ്രശാന്തിൻ്റെ കാലത്ത് എന്ത് സംഭവിച്ചു, ഏത് രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു, ഇതടക്കമുള്ള കാര്യങ്ങൾ SIT ഇന്നിപ്പോൾ ഹൈക്കോടതി അറിയിക്കില്ലേ? സ്വപ്ന, ഇന്ന് സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിന്റെ അന്വേഷണം സംബന്ധിച്ചിട്ടുള്ള പുരോഗതി തന്നെയായിരിക്കും SIT കോടതിക്ക് മുന്നിൽ സമർപ്പിക്കുക. ഒപ്പം തന്നെ ഈ കേസിലെ കുറ്റപത്രം എന്ന് സമർപ്പിക്കാൻ കഴിയുമെന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും SIT വ്യക്തത വരുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ഇതിൽ കുറ്റപത്രം വൈകുന്നതിനെ കുറിച്ച് കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് എന്ന് സമർപ്പിക്കണം എന്നുള്ളൊരു കാര്യം, എന്ന് സമർപ്പിക്കും എന്നുള്ളൊരു കാര്യം അറിയിക്കും
അറിയിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി കോടതി നൽകിയിരുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇനി ഇതിൻ്റെ തീയതി അടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും SIT കോടതിയിൽ വ്യക്തത വരുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ 2025 നടന്നിട്ടുള്ള സ്വർണ്ണ കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെ അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടും ഹൈക്കോടതിയിൽ ഇന്ന് SIT സമർപ്പിക്കുമെന്ന് തന്നെ ആണ് പ്രതീക്ഷിക്കുന്നത്. ഈ 2025 നടന്നിട്ടുള്ള സ്വർണ്ണക്കൊള്ള അത് 2019 നടന്ന സ്വർണ്ണക്കൊള്ളയുടെ തുടർച്ചയായിരുന്നു എന്നാണ് SIT പറയുന്നത്. 2025 സ്വർണം കൈമാറ്റം ചെയ്യുന്ന സമയത്ത് ആദ്യ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിയായിട്ടുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒപ്പം ഗൂഢാലോചനയുടെ തുടർന്നാണ് ഇത്തരത്തിൽ സ്വർണം കൈമാറ്റം നടത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് SITയുടെ കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് 2019 കേസിന്റെ തുടർച്ച തന്നെയാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് SIT എത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇതിൽ ആരൊക്കെ പ്രതികളാക്കേണ്ടതുണ്ട്, ആരൊക്കെയാണ് പ്രതികളാകേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടി SIT കോടതിയെ അറിയിക്കും. മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിനെ സംബന്ധിച്ച് ഈ കാര്യം വളരെ നിർണായകം തന്നെയാണ്. അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സ്വർണ്ണ കൈമാറ്റം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ PS പ്രശാന്തിനെ അടക്കമുള്ള ആൾക്കാരെ പ്രതികളാക്കേണ്ടതുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി ഏതായാലും ഇന്ന് SIT സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സ്വപ്ന. കിരണാണ് വിവരങ്ങളുമായി ചേർന്ന്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇന്നിപ്പോൾ വീണ്ടും ഹൈക്കോടതിയിലെത്തുന്നു. കുറ്റപത്രം എന്ന് സമർപ്പിക്കുമെന്നത് സംബന്ധിച്ച് SIT ഇന്നിപ്പോൾ കോടതി അറിയിക്കും. മാത്രമല്ല 2025 ഈ കൈമാറ്റത്തിൽ പാൽ കൈമാറ്റത്തിൽ എന്തൊക്കെ വീഴ്ച, ആരെല്ലാം പ്രതികളാകും എന്നതിലടക്കം റിപ്പോർട്ട് നൽകുമെന്നാണ് കിരൺ റിപ്പോർട്ട് ചെയ്യുന്നത്. ശക്തമായ മഴ, കാലവർഷം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എത്തിയിരിക്കുന്നു. വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുമുണ്ട്. അനഘ ചേരുകയാണ് വിവരങ്ങളുമായി. അനഘ, വലിയ കാറ്റോടുകൂടിയ മിന്നലോടുകൂടിയ ശക്തമായ മഴയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. മറ്റ് മഴ മുന്നറിയിപ്പുകൾ എങ്ങനെയൊക്കെയാണ്? സ്വപ്ന, നിലവിൽ ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റ് ജില്ലകളിലെല്ലാം തന്നെ ഇന്ന് നിലവിൽ യെല്ലോ അലേർട്ടാണ് നിലവിൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതായാലും പല മേഖലകളിലും ശക്തമായിട്ടുള്ള മഴ ഇന്ന് അല്പസമയം മുമ്പ് ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. അതിനാൽ തന്നെ മത്സ്യബന്ധനത്തിലുള്ള ഒരു വിലക്കും നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 30-ാം തീയതി വരെ, അതായത് ജൂൺ 30-ാം തീയതി വരെ മത്സ്യബന്ധനത്തിലുള്ള വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലാണ് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ഉത്തരവ് വന്നിട്ടുള്ളത്. ഏതായാലും മലയോര മേഖലകളിലേക്ക് അടക്കമുള്ള പരമാവധി യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ പരമാവധി രാത്രി യാത്രകൾ അടക്കം ഇത്തരത്തിലുള്ള മേഖലകളിലേക്ക് ഒഴിവാക്കണം. വെള്ളച്ചാട്ടങ്ങളുടെ അടുത്തേക്കടക്കം പോകുന്നത് പരമാവധി ഒഴിവാക്കണം. മലവെള്ളപ്പാച്ചിലിനുള്ള ഒരു സാധ്യതയടക്കം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഒരു ടൂറിസ്റ്റ് ഗൈഡ് മലവെള്ളപ്പാച്ചിലിൽ അകപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇന്നലെയും ലഭിച്ചിരുന്നില്ല. തുടർച്ചയായിട്ടുള്ള 3-ാം ദിവസവും ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള ഇദ്ദേഹത്തെ കണ്ടെത്താനുള്ള ഒരു ശ്രമം തുടരുകയാണ്. ഏതായാലും ഈ മലവെള്ളപ്പാച്ചിലിൽ ഉൾപ്പെടെയുള്ള സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ നിലവിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റ് ജില്ലകളിലെല്ലാം തന്നെ നിലവിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ശക്തമായ മഴ മുന്നറിയിപ്പുകൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നു. കേരളത്തിലെ ജലമാമാങ്കത്തിന് ഇന്ന് ആലപ്പുഴയിൽ തുടക്കമാകുന്നു. ആലപ്പുഴ ചമ്പക്കുളം മൂലം ജലോത്സവത്തിലൂടെ കേരളക്കരയുടെ ജലോത്സവ കാലം കൂടി ഉണരുകയായി. വള്ളംകളിയുടെ വിശേഷങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് അജയ്നാഥ് ചേരുകയാണ്. അജയ്, ഈ സൂചിപ്പിച്ചതുപോലെ ഇനി വരാനിരിക്കുന്നത് ഓളപ്പരപ്പിലെ വാശിയേറിയ ആവേശത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഒക്കെ മത്സരത്തിൻ്റെയൊക്കെ ഒരു സമയമാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായല്ലോ അല്ലേ? സ്വപ്ന, തീർച്ചയായും ഇന്നു മുതൽ കേരളത്തിലെ ജലമാമാങ്കങ്ങൾ ആരംഭിക്കുകയാണ്. ഈ വള്ളംകളി മത്സരങ്ങൾ മൂലം ജലോത്സവത്തോടെയാണ് ആരംഭിക്കുന്നത്. ഇത്തവണ ചരിത്ര പ്രാധാന്യമുള്ള ഈ മൂലം ജലോത്സവം ഇത്തവണ നിയമസഭയിൽ വളരെ വിവാദമായിട്ടുള്ള ഒരു വള്ളംകളി കൂടിയായി മാറുകയാണ്. എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് 2 മണിക്കാണ് ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനം നടക്കുക. ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പൊതുസമ്മേളനം 2 മണിക്ക് ആരംഭിക്കും. അതിനുശേഷം 3 മണിയോടുകൂടി ഈ വള്ളങ്ങളുടെ മത്സരങ്ങൾ ആരംഭിക്കും. അതായത്
14 വള്ളങ്ങളാണ്, ചെറുതും വലുതുമായ 14 വള്ളങ്ങളാണ് ഇത്തവണ മാറ്റുരയ്ക്കുന്നത്. മൂലം ജലോത്സവം എന്ന് പറയുന്നത് കേവലമായ ഒരു മത്സര വള്ളങ്ങൾക്ക് അപ്പുറമായി ഒട്ടനവധി ചരിത്ര പ്രാധാന്യമുള്ള അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുമായിട്ടെല്ലാം ബന്ധപ്പെടുത്തുന്ന അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വള്ളംകളി എന്നുള്ളതാണ്. നെഹ്റു ട്രോഫി വള്ളംകളിയെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ വള്ളങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചരിത്രവും ഒപ്പം തന്നെ സാഹോദര്യവും സ്നേഹവും എല്ലാം ഒത്തുചേരുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ് ചമ്പക്കുളത്തെ കുട്ടനാട്ടിലെ ജനങ്ങൾക്കാകെ തന്നെ വളരെ വൈകാരികമായ ഒരു തലം കൂടിയാണ് ഈ വള്ളംകളി സമ്മാനിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. എന്തായാലും വൈകുന്നേരത്തോടു കൂടിയായിരിക്കും പ്രധാനപ്പെട്ട ഈ ചുണ്ടൻ വള്ളങ്ങളുടെ എല്ലാം മത്സരം നടക്കുക. 7 ചുണ്ടൻ വള്ളങ്ങളാണ് ഇത്തവണ മാറ്റുരയ്ക്കുന്നത്. ചെറുവള്ളങ്ങൾ 7 എണ്ണം ഉണ്ട്. അങ്ങനെ 14 വള്ളങ്ങളാണ് ഇത്തവണ ചമ്പക്കുളം ജലോത്സവത്തിൽ ഈ ഓളപ്പരപ്പിൽ വിസ്മയങ്ങൾ തീർക്കുവാൻ വാശിയേറിയ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നത്. എന്തായാലും കേരളത്തിലെ വള്ളംകളി മത്സരങ്ങൾക്ക് ഇന്നത്തോട് തന്നെ തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. സ്വപ്ന, ജലമാമാങ്കത്തിന് ഇന്ന് സംസ്ഥാനത്ത് ആലപ്പുഴയിൽ തുടക്കമാകുന്നു. ആലപ്പുഴ ചമ്പക്കുളം മൂലം ജലോത്സവത്തിലൂടെയാണ് കേരളക്കരയുടെ ഈ ജലോത്സവ കാലം ഉണരുന്നത്. എന്തായാലും ഒളപ്പരപ്പിലെ വാശിയേറിയ തുഴയേറിയലിൻ്റെ പോരാട്ടത്തിൻ്റെയൊക്കെ നാളുകളാണ് കാത്തിരിക്കുന്നത്. പെരുമ്പാവൂരിൽ 18 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ കഞ്ചാവ് എത്തിക്കാൻ യുവാക്കളെ ഉപയോഗിച്ചിരുന്നതായി മുഖ്യ സൂത്രധാരൻ പോലീസിനോട് വെളിപ്പെടുത്തി. തായ്ലൻഡിലേക്ക് വിസിറ്റിംഗ് വിസയും 50,000 രൂപയും വാഗ്ദാനം നൽകിയാണ് യുവാക്കളെ ആകർഷിച്ചിരുന്നത്. ഒരാൾ കടത്തേണ്ടത് 10 കിലോ ഹൈബ്രിഡ് കഞ്ചാവ്. നിരവധി തവണ ഹൈബ്രിഡ് കഞ്ചാവ് കാരിയർമാർ മുഖേന കടത്തിയെന്നും വെളിപ്പെടുത്തലുണ്ട്. കിരൺകുമാർ ചേരുകയാണ് വിവരങ്ങളുമായി. കിരൺ, ഓപ്പറേഷൻ തൂഫാനിലൂടെ തൂത്തുവാരുകയാണ് സംസ്ഥാനത്തിൻ്റെ ലഹരി മാഫിയകൾ അതിൻ്റെ വേരറുക്കുന്നതിന് വേണ്ടി. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഒക്കെ അങ്ങേറ്റം ആശങ്കയുണ്ടാക്കുന്ന നമ്മുടെ പുതുതലമുറയെ, യുവാക്കളെയൊക്കെ വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകി ഇതിൻ്റെ കണ്ണികളാക്കുന്ന നീക്കങ്ങൾ. എന്താണ് ഇപ്പോൾ പുറത്തു വിടുന്ന വിവരങ്ങൾ? സ്വപ്ന, ഈ കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ നടത്തിയ ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് 18 കോടിയോളം രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായും സംസ്ഥാനത്തിന് പുറത്തും വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ പോലീസ് നടത്തിയിരുന്നു. ഇതിനെ തുടർന്ന് ഇന്നലെയാണ് 4ഓളം പ്രതികളെ കേരളത്തിൽ നിന്നും ഒപ്പം തന്നെ പുറത്തു നിന്ന് ബാംഗ്ലൂരിൽ നിന്നടക്കം പിടികൂടുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഈ കേസിലെ മുഖ്യപ്രതി ഹരികൃഷ്ണൻ ഒറ്റപ്പാലം സ്വദേശിയാണ്. ഇയാളെയും ഇന്നലെ പോലീസ് പിടികൂടിയിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. നിരവധി യുവാക്കളെ ഇവർ ഇത്തരത്തിൽ ഉപയോഗിച്ചിരുന്നു, കാരിയർമാരായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഈ സംഘത്തിന്റെ വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത്. ഇതിൽ യുവാക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടി വലിയ വാഗ്ദാനങ്ങളാണ് നൽകിയിരുന്നത്. തായ്ലാൻഡിൽ നിന്നായിരുന്നു ഇവർ പ്രധാനമായിട്ടും ഈ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചിരുന്നത്. ഇതിനുവേണ്ടി യുവാക്കളെ കാരിയർമാരായിട്ട് അങ്ങോട്ട് അയച്ചിരുന്നു. ഈ യുവാക്കളെ ആകർഷിക്കാനായിട്ട് പ്രധാനമായിട്ടും ഇവർ നൽകിയിരുന്നത് ഫ്രീ ആയിട്ടുള്ള വിസിറ്റിംഗ് വിസ, ഒപ്പം തന്നെ 50,000 രൂപ. ഇത് ഇവർക്ക് അവിടെ ചെലവഴിക്കാവുന്ന രീതിയിലാണ് ഈ 50,000 രൂപ നൽകുന്നത്. ഇങ്ങനെ യുവാക്കളെ അങ്ങോട്ട് കയറ്റിവിടുകയും പിന്നീട് തിരികെ എത്തുന്ന സമയത്ത് 10 കിലോളം കഞ്ചാവ് ഒരാൾ കടത്തിക്കൊണ്ടുവരണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇവർ നൽകിയിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പല യുവാക്കൾ പല തവണകളായിട്ട് ഇത്തരത്തിൽ കിലോ കണക്കിന് കഞ്ചാവുകൾ കേരളത്തിലേക്ക് എത്തിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇവരുടെ ഈ വെളിപ്പെടുത്തലിലൂടെ തന്നെ വ്യക്തമാകുന്നത്. ഇങ്ങനെ എത്തിച്ചിരുന്ന കഞ്ചാവ് പ്രധാനമായിട്ടും കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് ഈ സംഘം വിൽപ്പന നടത്തി വന്നിരുന്നത്. ഈ കഴിഞ്ഞ ദിവസം പിടിച്ച ഈ 18 കിലോളം കഞ്ചാവ് ഇതിനു പുറമെ തന്നെ നിരവധി തവണ ഇത്തരത്തിൽ വലിയ അളവിൽ തന്നെ ഹൈബ്രിഡ് കഞ്ചാവുകൾ എത്തിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് പോലീസിന് ഏതായാലും വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് പരിശോധന നടത്തുകയും ഞാറക്കൽ സ്വദേശിയായിട്ടുള്ള ആയുഷ് എന്നുള്ള ഒരാളെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നത്. ആ സമയത്ത് തന്നെ ഇയാളുടെ കൈവശമുണ്ടായിരുന്ന സ്കൂട്ടറിൽ നിന്ന് 1.5 കിലോളം ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയിരുന്നു. പിന്നീട് ഇയാളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നാണ് ഇയാളുടെ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ പോലീസ് പരിശോധന നടത്തുകയും ഇവിടെ നിന്നും 16.5 കിലോളം കഞ്ചാവ് പിടികൂടുകയും ചെയ്തത്. ഇത് വലിയ രീതിയിലുള്ള ഒരു കഞ്ചാവ് വേട്ട തന്നെയാണ് നടന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിരുന്നത്. അതായത് ഇത്രയും വലിയ അളവിൽ തന്നെ ഹൈബ്രിഡ് കഞ്ചാവ് സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് പോലീസ് പിടികൂടുന്നത് എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ പോലീസ് വ്യക്തമാക്കിയത്. ഏതായാലും സംസ്ഥാനത്തേക്ക് ഇതിനു മുമ്പും വലിയ അളവിൽ തന്നെ കഞ്ചാവ് ഒഴുകിയിരുന്നു. ഇതിന് നിരവധി യുവാക്കളെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ പ്രതികളുടെ വെളിപ്പെടുത്തലിൽ നിന്ന് പുറത്തു വരുന്നത്. ഏതായാലും ഈ കരിയർമാരായിട്ട് ഉപയോഗിച്ചിട്ടുള്ള യുവാക്കളെ അടക്കം ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കവും ഏതായാലും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. സ്വപ്ന, യുവാക്കൾക്ക് മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി ഈ ലഹരി മാഫിയയുടെ കണ്ണിയാക്കുന്നു എന്ന വാർത്തകൾ പുറത്തുവരുന്നു. ഏറ്റവും വലിയൊരു വേട്ടയാണ് ഹൈബ്രിഡ്
കഞ്ചാവ് 18 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പെരുമ്പാവൂരിൽ പിടികൂടിയ സംഭവം വലിയ രീതിയിലുള്ള തായ്ലൻഡ് വിദേശ രാജ്യങ്ങളിലേക്കടക്കം വിസിറ്റിംഗ് വിസ ഒപ്പം വലിയ രീതിയിൽ തുകയൊക്കെ വാഗ്ദാനം നൽകി യുവാക്കളെ ഈ കണ്ണിയിലേക്ക് ഈ ശൃംഖലയിലേക്കൊക്കെ ആകർഷിക്കുന്നു എന്ന വെളിപ്പെടുത്തലടക്കം ഇപ്പോൾ അന്വേഷണ സംഘം നൽകുകയാണ്. കിരണാണ് വിവരങ്ങളുമായി ചേർന്നത്. നെല്ല് സംഭരണം പൂർത്തിയായി 2.5 മാസം പിന്നിട്ടിട്ടും പണം ലഭിക്കാനായി കർഷകരുടെ കാത്തിരിപ്പ് തുടരുകയാണ്. വിരിപ്പൂ കൃഷി ഇറക്കിയ പാടങ്ങളിൽ വളമിടാൻ പോലും പണമില്ലാതെ കർഷകർ പലരും ദുരിതത്തിലാണ്. ബാങ്ക് കൺസോർഷ്യവുമായുള്ള സർക്കാരിൻ്റെ ധാരണാപത്രം പുതുക്കുന്നതിലെ കാലതാമസമാണ് കർഷകർക്ക് തിരിച്ചടിയാകുന്നത്. ഏപ്രിൽ മാസം പകുതിയോടെ പുഞ്ചകൃഷിയിലെ നെല്ല് സംഭരണം 90% പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ സപ്ലൈകോയിൽ നിന്നും നെല്ലിന്റെ വില കിട്ടാനുള്ള കർഷകർ ഇനിയും ഏറെയുണ്ട്. പുതിയ സർക്കാർ അധികാരത്തിൽ എത്തിയാലുടൻ നെല്ലുവില കൊടുത്തു തീർക്കുമെന്ന കർഷകരുടെ പ്രതീക്ഷയും വിഫലമായി. 635.95 കോടി രൂപയാണ് നെല്ല് സംഭരിച്ച വകയിൽ കർഷകർക്ക് ഇനിയും വിതരണം ചെയ്യാനുള്ളത്. കോട്ടയം ജില്ലയിൽ മാത്രം 66.17 കോടി രൂപയാണ് നൽകാനുള്ളത്. ആലപ്പുഴയിൽ 203 കോടി രൂപയും തൃശൂരിൽ 117 കോടിയും പാലക്കാട് 157 കോടിയും നൽകാനുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പണം ലഭിക്കാത്തതിനെ തുടർന്ന് ചെറുകിട കർഷകരുടെ കടബാധ്യതയും വർദ്ധിക്കുകയാണ്. കടം വാങ്ങിയാണ് പലരും രണ്ടാം കൃഷി ഇറക്കിയിരിക്കുന്നത്. പുഞ്ചകൃഷിയിലെ നെല്ലിന്റെ പണം ഇനിയും ലഭിക്കാത്തതിനാൽ രണ്ടാം കൃഷിയോടെ വളമിടാൻ പോലും കർഷകർക്ക് കഴിയുന്നില്ല. സർക്കാർ പണം ഉടൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ബാങ്ക് കൺസോർഷ്യവുമായുള്ള ധാരണാപത്രം പുതുക്കുന്നതിലെ കാലതാമസമാണ് തിരിച്ചടിയായത്. പുഞ്ചകൃഷിയുടെ പണം ലഭിക്കാത്തതിനാൽ പല കർഷകരും വിരിപ്പ് കൃഷി ഉപേക്ഷിച്ചിരിക്കുകയുമാണ്. അതേസമയം പുതിയ സർക്കാരിൻ്റെ ബജറ്റിൽ പ്രതീക്ഷിച്ച പല പ്രഖ്യാപനങ്ങളും ഉണ്ടാകാതിരുന്നതും കർഷകരെ നിരാശരാക്കി. നെല്ലുവില 35 രൂപയായി ഉയർത്തുമെന്നും നെല്ല് സംഭരണത്തിനായി റിവോൾവിംഗ് ഫണ്ട് ഏർപ്പെടുത്തുമെന്നും പമ്പിംഗ് സബ്സിഡിയും നെല്ലിൻ്റെ ഹാൻഡിലിംഗ് ചാർജും ഉയർത്തുമെന്നും ഒക്കെയായിരുന്നു കർഷകരുടെ പ്രതീക്ഷകൾ. ബജറ്റിന് മുന്നോടിയായി 21 ആവശ്യങ്ങളുമായി കർഷക പ്രതിനിധികൾ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടിരുന്നു. എന്നാൽ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടാതിരിക്കുകയും നെല്ലിൻ്റെ വില കൂട്ടാൻ വീണ്ടും വൈകുകയും ചെയ്യുന്നതോടെ വീണ്ടും മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിമാരെയും നേരിൽ കാണാനുള്ള ആലോചനയിലാണ് കർഷക സംഘടനകൾ. അമൃത ന്യൂസ്, കോട്ടയം. തൃശൂർ അതിരപ്പള്ളി വൈശ്ശേരിയിലേക്ക് വീണ്ടും കാട്ടാനകൾ എത്തുന്നു എന്ന റിപ്പോർട്ടാണ്. ഏഴാറ്റുമുഖം പുഴക്കരയിൽ നിന്നുള്ള ആനകൾ പുഴക്കരയിലൂടെ അതിരപ്പള്ളി പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു. ആനയെ തുരത്താനുള്ള ദൗത്യം പുരോഗമിക്കുന്നതിനിടയിലാണ് വീണ്ടും കാട്ടാനക്കൂട്ടങ്ങൾ അതിരപ്പള്ളിയെ ആശങ്കയിലാക്കുന്നത്. ആന ദൗത്യം പരാജയമെന്നും ആക്ഷേപമുണ്ട്. കഴിഞ്ഞ മാസമാണ് അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാനാക്രമണത്തിൽ 65കാരൻ കൊല്ലപ്പെട്ടത്. കൃഷിയിടത്തിലെത്തിയ കാട്ടാന മോഹനനെ കൊലപ്പെടുത്തുകയായിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ അതിരപ്പള്ളി മേഖലയിൽ കാട്ടാനക്കലിയിൽ ജീവൻ നഷ്ടപ്പെട്ടത് 10ഓളം പേർക്കാണ്. ഈ സാഹചര്യത്തിലാണ് അടിയന്തര ദൗത്യത്തിന് 100 ഉദ്യോഗസ്ഥരെ അടക്കം വിന്യസിച്ചുകൊണ്ടുള്ള നടപടികൾ വനംവകുപ്പ് ആരംഭിച്ചത്. ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്ററുടെ നേതൃത്വത്തിൽ സംഘം തിരിഞ്ഞുകൊണ്ട് ആനകളെ തുരത്താനുള്ള സ്പെഷ്യൽ ഡ്രൈവാണ് ആരംഭിച്ചത്. എന്നാൽ ആഴ്ചകൾ പിന്നിട്ടിട്ടും ആനയെ പൂർണ്ണമായും തുരത്താൻ വനംവകുപ്പിന് സാധിച്ചില്ലെന്നാണ് ആക്ഷേപം. കഴിഞ്ഞ ദിവസവും ഏഴാറ്റുമുഖം പുഴക്കരയിൽ നിന്നുള്ള ആനകൾ പുഴക്കരയിലൂടെ അതിരപ്പള്ളി പ്രദേശത്തേക്കെത്തി. ആനദൗത്യം പരാജയമാണെന്ന പരാതി ഉയരുന്നുണ്ട്. ആനകളെ പൂർണ്ണമായി തുരത്താനുള്ള നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ജനവാസ മേഖലയിലേക്ക് ആനകളെത്തുന്നത് പൂർണ്ണമായി തടഞ്ഞാൽ മാത്രമേ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ലഭിക്കുകയുള്ളൂ എന്ന് നാട്ടുകാർ ഒന്നടങ്കം പറയുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. ആശുപത്രിയിലെത്തുന്ന സാധാരണക്കാരായ രോഗികളും കൂട്ടിരിപ്പുകാരും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ നെട്ടോട്ടം ഓടുമ്പോൾ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കംഫർട്ട് സ്റ്റേഷൻ കാട് കയറി നശിക്കുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗൈനക് വിഭാഗം കെട്ടിടത്തിന് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് കംഫർട്ട് സ്റ്റേഷൻ പാമ്പ് വളർത്തൽ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. 5 വർഷം മുൻപാണ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശ്വാസമായി 8 ശുചിമുറികളുള്ള കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിച്ചത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇത് പ്രവർത്തിച്ചത്. പിന്നീട് കംഫർട്ട് സ്റ്റേഷൻ നടത്തിപ്പിന് ആരും കരാറിട്ടെടുക്കാൻ തയ്യാറാകാതെ വന്നതോടെ സർക്കാർ ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ഈ കെട്ടിടം കാഴ്ചവസ്തുവായി മാറി. നിലവിൽ ജെ ബ്ലോക്കിന് കിഴക്ക് ഭാഗത്ത് മാത്രമാണ് ഒരു പൊതു ശൗചാലയമുള്ളത്. ഇവിടെ വളരെയധികം തിരക്കുമാണ്. ഗൈനക് വിഭാഗത്തിലും സമീപത്തെ മോർച്ചറിയിലുമായി എത്തുന്ന നിരവധി പേർക്ക് ഇപ്പോൾ പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ യാതൊരു സംവിധാനവുമില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ എപ്പോൾ പൂർത്തീകരിച്ചോ അന്ന് മുതൽ ഇന്ന് വരെ ഈ സാധനം അടച്ചിടക്കുകയാണ്. തൊട്ടടുത്ത് ഗൈനക് കോളേജിൻ്റെ വലിയൊരു കെട്ടിടം സമുച്ചയം ഉദ്ഘാടനം കഴിഞ്ഞ് അവിടെ ഗൈനക്കിൽ ധാരാളം പേഷ്യൻ്റ് വരുന്നുണ്ട്. പക്ഷേ എന്നാൽ ഈ ആശുപത്രി കോമ്പൗണ്ടിൽ ജനങ്ങൾക്ക് ഒരു കംഫർട്ട് സ്റ്റേഷൻ തുറന്നു കൊടുക്കുവാനായിട്ട് അധികാരികൾ ഇതുവരെയായിട്ട് യാതൊന്നും തയ്യാറായിട്ടില്ല. കാരണം ഇവിടെ സംബന്ധിച്ചിടത്തോളം
നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞതിന് ശേഷം അടഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഗൈനക് വിഭാഗത്തിലെത്തുന്ന കൂട്ടിരിപ്പുകാരായ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കംഫർട്ട് സ്റ്റേഷൻ പരിസരം നിലവിൽ കാടുകയറി വിഷപ്പാമ്പുകളുടെ താവളമായി മാറിയിരിക്കുകയാണ്. ഇതിനെല്ലാം പുറമെ ഇവിടം മാലിന്യങ്ങൾ തള്ളാനുള്ള ഇടമായി മാറി. രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും ദുരിതമകറ്റാൻ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണമെന്നും കംഫർട്ട് സ്റ്റേഷൻ തുറന്നു നൽകാൻ MLA ഇടപെടണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം. അമൃത ന്യൂസ്, ആലപ്പുഴ. അധികാരികളുടെ ചുവപ്പുനാടയിൽ കുടുങ്ങി ഒരു ജനതയുടെ യാത്രാ ദുരിതം നീളുന്നു. തകർന്നു തരിപ്പണമായ റോഡ് പുനർനിർമ്മിക്കണമെന്ന കോന്നി കല്ലേലി കൊക്കത്തോട് നിവാസികളുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. വനമേഖലയായതിനാൽ വനംവകുപ്പിന്റെ അനുമതി ലഭിക്കാത്തതാണ് കെട്ടിടങ്ങളുടെ നിർമ്മാണം വൈകാൻ കാരണമെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. കല്ലേലി കൊക്കാത്തോട് റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. റോഡിന്റെ ഇരുവശവും പൊട്ടി വലിയ കട്ടിങ്ങുകളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇതുവഴി വരുന്ന വാഹനങ്ങൾ ഈ കട്ടിങ്ങുകളിലേക്ക് ചാടി അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറിയിട്ടുണ്ട്. കൊക്കാത്തോട് വയക്കര നിവാസികളാണ് ഈ റോഡ് തകർച്ച മൂലം ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ കല്ലേലി അപ്പൂപ്പൻകാവിൽ ദർശനത്തിനെത്തുന്ന നൂറുകണക്കിന് ഭക്തരും ഈ തകർന്ന റോഡിലൂടെ ജീവൻ കയ്യിൽ പിടിച്ചാണ് യാത്ര ചെയ്യുന്നത്. കല്ലേലി മാവനാൽ ചെക്കോശ് മുതൽ ഏകദേശം 3 കിലോമീറ്ററോളം, അതായത് കല്ലേലി കൊക്കാത്തോട് മേഖല വരെ റോഡിന്റെ 2 സൈഡും വളരെ അഗാധമായിട്ടുള്ള കുഴിയാണ്. അപ്പോൾ അപ്പൂപ്പന്റെ തിരുസന്നിധിയിൽ വരുന്ന ഓരോ ഭക്തജനങ്ങളും, വാഹനത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് സൈഡ് കൊടുക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് നിത്യേന നിരവധി വാഹന അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മുടെ കോന്നി വനം DFOയ്ക്കും CCFനും വനം മന്ത്രിക്കും അടക്കം നിരവധി പരാതികൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ നാളെ വരെ യാതൊരുമായിട്ടുള്ള പരാതിക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടായിട്ടില്ല. വനത്തിന് നടുവിലൂടെ കടന്നുപോകുന്ന റോഡായതിനാൽ വനം വകുപ്പിന്റെ അനുമതി ലഭിക്കാത്തതാണ് റോഡ് പുനരുദ്ധാരണം വൈകാൻ കാരണമെന്നാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. എന്നാൽ ഈ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ വിഷയം അടിയന്തരമായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് അടൂർ MLA CV ശാന്തകുമാർ പ്രതികരിച്ചു. മുൻ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഞാൻ ഉൾപ്പെടുത്തി അവിടുത്തെ ഗ്രാമപഞ്ചായത്തിന്റെ 6ാം വാർഡിലെ അംഗമെന്ന നിലയിൽ ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. വനം വകുപ്പിന്റെ CCFന് നിവേദനം നൽകി. അതുപോലെ അന്നത്തെ വനം വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി. ബഹുമാനായ കേരള മുഖ്യമന്ത്രിക്ക് വരെ നിവേദനം നൽകിയിട്ട് യാതൊരുവിധമായ നടപടികളും സ്വീകരിച്ചിട്ടില്ല. ആദ്യമായി അവിടുത്തെ അപകടം ഒഴിവാക്കിക്കൊണ്ട് ഉത്തരവ് വാങ്ങിച്ചെടുക്കാൻ, അതുപോലെ വനം വകുപ്പിന്റെ അനുമതി ആവശ്യമാണ്. വനം വകുപ്പിന്റെ അനുമതി വാങ്ങിച്ചെടുത്തുകൊണ്ട് ആ പ്രദേശത്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഇല്ലാതെ പോകുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം. അതുപോലെ കാട്ടാന റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ഒരു പ്രദേശം കൂടിയായി മാറിയിരിക്കുകയാണ്. തീർച്ചയായും ആ പ്രദേശത്തെ ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകുന്ന ഒരു വലിയ രീതിയാണ് അവിടെ ഉണ്ടാകുന്നത്. ആ കട്ടിങ് നിരപ്പാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ നിരവധി റോഡപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഗതാഗതം 2 ചെറിയ വാഹനങ്ങൾക്ക് പോലും സൈഡ് കൊടുത്തു പോകാൻ കഴിയാത്ത രീതിയിലാണ് റോഡിന്റെ നിലവിലെ അവസ്ഥ. നിയമക്കുരുക്കുകൾ നീക്കി വർഷങ്ങളായുള്ള തങ്ങളുടെ യാത്രാ ദുരിതത്തിന് അധികൃതർ ഉടൻ പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. അമൃത ന്യൂസ്, പത്തനംതിട്ട. ലിയോ മെട്രോ കാർഡിയാക് സെന്റർ പ്രസൻസ് ഈ ക്ലാസ്സിൽ ഞാനുമുണ്ട് സമർപ്പിക്കുന്നത് ലിയോ മെട്രോ കാർഡിയാക് സെന്റർ വയനാട് സമ്പൂർണ്ണ ഹൃദയ ചികിത്സാ കേന്ദ്രം പവേർഡ് ബൈ സഫേർ 7 ഫ്ലോർ ടൈൽ ഗാർഡ് ഇന്റർലോക്കുകൾക്ക് നല്ല തറവാടി കോട്ടിംഗ്. ഭാവിയിലെ പ്രതിഭകൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന അമൃത TVയുടെ ഈ ക്ലാസ്സിൽ ഞാനുമുണ്ട് പദ്ധതി വയനാട് ജില്ലയിൽ നടന്നു. വർഷം തോറും അമൃത TV നടപ്പിലാക്കുന്ന പൊതുജന സമ്മതി നേടിയ പദ്ധതി കൽപ്പറ്റ SKMG ഹയർ സെക്കൻഡറി സ്കൂളിൽ കൃഷിമന്ത്രി T സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. കൽപ്പറ്റ നഗരസഭാ അധ്യക്ഷൻ P വിശ്വനാഥൻ മുഖ്യാതിഥിയായി. മാതാ അമൃതാനന്ദമി മഠം മാനന്തവാടി മഠാധിപതി ബ്രഹ്മചാരിണി ദീക്ഷിതാമൃത ചൈതന്യ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അമൃത TV സംഘടിപ്പിച്ച ഈ ക്ലാസ്സിൽ ഞാനുമുണ്ട് കരുതലിന്റെ അമൃതസ്പർശം എന്ന പദ്ധതി ഭാവി തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപ്പിലാക്കി വരുന്നത്. കൽപ്പറ്റ SKMJ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പഠനോപകരണങ്ങളുടെ വിതരണം കൃഷിമന്ത്രി T സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. അമൃത TVയുടെ ഉദ്യമത്തെ അദ്ദേഹം അഭിനന്ദിച്ചു. സത്യസന്ധമായിട്ടുള്ള സംപ്രേഷണത്തിന് നേതൃത്വം കൊടുത്ത് മൂല്യാധിഷ്ഠിത പത്രപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ചാനലാണ്. ഈ ക്ലാസ്സിൽ ഞാനുമുണ്ട് എന്ന പ്രമേയത്തോടുകൂടി വളരെ വിപുലമായ ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടാണ് അമൃത TV അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. മൂല്യാധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസവും സ്വഭാവ രൂപവൽക്കരണവും നല്ല പൗരനായി വളർന്നു വലുതാകാനുള്ളതായ വഴി സൃഷ്ടിക്കലും
ഇന്നത്തെ കാലഘട്ടത്തിലെ അനിവാര്യമായിട്ടുള്ള ഒരു മുഹൂർത്തത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവിടെ അമൃത TV ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഉജ്ജ്വലമായിട്ടുള്ള പരിപാടി. വിദ്യാർത്ഥികൾക്ക് ഫലവൃക്ഷത്തൈകളും വിതരണം ചെയ്തു. ലിയോ മെട്രോ ഇന്റർനാഷണൽ ഹാർട്ട് കെയറും കേരളത്തിലെ പ്രമുഖ പെയിന്റിംഗ് നിർമ്മാണ ബ്രാൻഡായ സഫയർ 7 പെയിന്റ്സും ഈ ക്ലാസ്സിൽ ഞാനുമുണ്ട് പദ്ധതി നടപ്പിലാക്കാൻ അമൃത TVയുമായി സഹകരിച്ചു. ലിയോ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടറും ലിയോ മെട്രോ കാർഡിയാക് സെന്റർ ചെയർമാനുമായ ഡോക്ടർ TPV സുരേന്ദ്രനെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു. ഇതിന്റെ മുദ്രാവാക്യം തന്നെ ക്ലാസ്സിൽ ഞാനുമുണ്ട് എന്നാണ്. അപ്പോൾ അതിൻ്റെ അതെന്ന് വെച്ചാൽ ഡ്രോപ്പ് ഔട്ട് വരാൻ പാടില്ല. പക്ഷേ അവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മളെ കടമയാണ്. അവരുടെ ഭാവിയിലുള്ള വാഗ്ദാനങ്ങളാണ് അവർ, യാതൊരു സംശയവുമില്ല. സഫയർ 7 പെയിന്റ്സ് മാനേജിംഗ് ഡയറക്ടർ സുഭാഷ് നായരുടെ അഭാവത്തിൽ കമ്പനിയെ പ്രതിനിധീകരിച്ചെത്തിയ ഡോക്ടർ സുജേഷ്, ഡോക്ടർ സുരഭി ആർ നായർ എന്നിവരെയും ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. അമൃത TVയുടെ ഇനിഷ്യേറ്റീവ് ആക്ച്വലി ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് കണ്ടപ്പോൾ. ഇപ്പോൾ ഇതിനെപ്പറ്റി അറിഞ്ഞപ്പോഴും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സന്തോഷം ആക്ച്വലി. കാരണം വളർന്നു വരുന്ന പ്രതിഭകളാണല്ലോ ഇപ്പോൾ കുട്ടികളെന്ന് പറയുന്നത്. അവർക്കൊരു പ്രചോദനമാണ് ആക്ച്വലി ഈ ഒരു എന്താ പറയുക, എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. എല്ലാവിധ ആശംസകളും ഇതിനുവേണ്ടി നൽകുന്നു. പ്രതിഫലമില്ലാതെ 22 വർഷത്തിലധികമായി കൽപ്പറ്റയിലെ അമൃതകൃപ ചാരിറ്റബിൾ ഹോസ്പിറ്റലിൽ ആതുര ശുശ്രൂഷ നടത്തുന്ന ഡോക്ടർ ദമ്പതികളായ സഞ്ജീവൻ വാസുദേവൻ, അജിത എന്നിവരെയും മന്ത്രി ആദരിച്ചു. കൽപ്പറ്റ നഗരസഭാ അധ്യക്ഷൻ P. വിശ്വനാഥൻ മുഖ്യാതിഥിയായിരുന്നു. അമൃത TVയുടെ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച നഗരസഭാ അധ്യക്ഷൻ വിദ്യാർത്ഥികൾക്കായി ഗാനവും ആലപിച്ചു. ഏറ്റവും നല്ല വസന്തകാലത്തിലൂടെയാണ് ഇപ്പോൾ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പഠിച്ച് മുതിർന്ന് വലിയവരായി കഴിഞ്ഞാൽ നമ്മൾ വന്ന വഴിയെ മറക്കാതെ ഒരു മനുഷ്യനായി നമുക്ക് മാറാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കുട്ടികൾ വളർന്നു മുന്നേറുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മാനസിക നിലയിലേക്ക് ഉയരണമെന്ന് അനുഗ്രഹ പ്രഭാഷണം നടത്തിയ മാതാമൃതാനന്ദമയി മഠം മാനന്തവാടി മഠാധിപതി ബ്രഹ്മചാരിണി ദീക്ഷിതാമൃത ചൈതന്യ പറഞ്ഞു. അമൃത TV ബിസിനസ് ഹെഡ് R. ശിവകുമാർ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു. നമുക്ക് ഭക്ഷണം നൽകുന്നത് ഭൂമിയാണ്, അല്ലെ? ഈ പ്രകൃതി നമ്മളെ സംരക്ഷിക്കുന്നത് ഭൂമിയാണ്. അത് ഏറ്റവും കൂടുതൽ വയനാട്ടുകാർക്ക് തൊട്ടറിഞ്ഞതാണ് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ. ആ ഭൂമിയെ തൊട്ട് വണങ്ങി നേരെ നമ്മൾ ഓടേണ്ടത് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മുടെ രക്ഷിതാക്കളുടെ അടുത്തേക്കാണ്. ഈ വീട്ടിൽ ആരാണോ മുതിർന്നതുണ്ടവര് അവരുടെ അടുത്തേക്ക് നമ്മൾ ഓടിപ്പോണം. R. ശിവകുമാർ മന്ത്രിക്ക് അമൃത TVയുടെ സ്നേഹാദരവും സമർപ്പിച്ചു. കൽപ്പറ്റ നഗരസഭാ കൗൺസിലർ MP നവാസ് ആശംസയർപ്പിച്ചു. അമൃത TV സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ M. കൃഷ്ണകുമാർ സ്വാഗതവും അമൃത TV ന്യൂസ് എഡിറ്റർ പ്രവീൺ പട്ടാമ്പി നന്ദിയും പറഞ്ഞു. അമൃത TV സെയിൽസ് ഹെഡും AVPയുമായ MG ജയകൃഷ്ണൻ, റീജിയണൽ സെയിൽസ് ഹെഡ് KV രജീഷ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വയനാട് ജില്ലയിൽ മാത്രം 120ഓളം പ്രതിഭകൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ജില്ലാ പോലീസ് മേധാവി, ജില്ലാ കളക്ടർ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുമുള്ളവരുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. പരിപാടിയോടനുബന്ധിച്ച് നടന്ന സൂപ്പർ സ്റ്റാർ ജൂനിയർ താരം മെൽബിന്റെ സംഗീത വിരുന്നും കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. അമൃത ന്യൂസ്, വയനാട്. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ CPM നേതാവ് M. മണി. വി ഡി സതീശൻ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്നയാളാണ്. കണ്ടാൽ സുന്ദരനാണെങ്കിലും ചെകുത്താന്റെ സ്വഭാവമാണ്. എല്ലാവർക്കും സൗജന്യം നൽകുമെന്ന് പറഞ്ഞാണ് വി ഡി സതീശൻ അധികാരത്തിലെത്തിയത്. എന്നാൽ പറഞ്ഞു പറ്റിച്ചുവെന്നും M. മണി മൂന്നാറിൽ പറഞ്ഞു. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് VS അച്യുതാനന്ദന്റെ ഗവൺമെന്റും പിണറായി വിജയന്റെ ഗവൺമെന്റും നടപ്പിലാക്കിയ ക്ഷേമ പ്രവർത്തനം, പാർപ്പിട പദ്ധതി, തൊഴിലാളിക വേതനം, പെൻഷൻ, 62 ലക്ഷം പേർക്ക് നൽകിയ പെൻഷൻ, സ്ത്രീകൾക്ക് നൽകിയ ആനുകൂല്യം, പ്രിയമുള്ളവരെ എല്ലാവർക്കും സൗജന്യമായി ഇപ്പൊ ഊട്ടി പാടം കടത്ത് വന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പ് പറഞ്ഞാണ് അധികാരത്തിൽ വന്നതെങ്കിൽ വി ഡി സതീശൻ എന്ന് പറയുന്ന ഭരണാധികാരി ഇത്രയും വലിയ നയവഞ്ചകനില്ല എന്ന കാര്യം തിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന കണ്ടാ സുന്ദരനാണെങ്കിൽ പോലും ഉള്ളിൽ ചെറുത്താന്റെ സ്വഭാവമാണ് അദ്ദേഹത്തിനുള്ളതെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം. കാഫിർ സ്ക്രീൻഷോട്ട് കേസിലെ പ്രതി ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതിലും പ്രതിക്ക് പങ്കുണ്ട് എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. പ്രതിക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. പ്രതി തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ച് കഴിഞ്ഞ ദിവസം വടകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജിതിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അതേസമയം സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയവരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. അന്വേഷണവുമായി സഹകരിച്ചിട്ടുണ്ടെന്നും ജാമ്യം നൽകണമെന്നുമാണ് പ്രതിഭാഗത്തിന്റെ അപേക്ഷ. നിലവിൽ റിമാൻഡിലായ പ്രതി കൊയിലാണ്ടി സബ് ജയിലിൽ തുടരുകയാണ്.
എളേറ്റിൽ വട്ടോളിയിൽ സ്കൂട്ടറിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുപോവുകയായിരുന്ന 30 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. എളേറ്റിൽ വട്ടോളി സ്വദേശി തടയങ്ങൽ ഷിഹാബാണ് പിടിയിലായത്. പോലീസിന്റെ പതിവ് പെട്രോളിങ്ങിനിടെ പോലീസ് ജീപ്പ് വെട്ടിച്ച് കടന്നുകളയാൻ ശ്രമിച്ച പ്രതിയെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. സ്കൂട്ടറിന്റെ ഡിക്കിയിൽ പ്ലാസ്റ്റിക് പാക്കറ്റുകളിലും ഡപ്പിയിലുമായി സൂക്ഷിച്ച 30 ഗ്രാം MDMA-യും സ്വിപ്പ് ലോക്ക് കവറുകളുമാണ് പിടികൂടിയത്. സ്കൂട്ടർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ശരിയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തോടൊപ്പം ശ്രീ ദിലീപ് സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. എങ്ങനെ വിലയിരുത്താം എന്ന വിപണി? കഴിഞ്ഞ ആഴ്ച വ്യാപാരം അവസാനിപ്പിച്ച ആ നിലവാരത്തിൽ തന്നെയായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കുകയും വേണം. ആഗോള സാഹചര്യങ്ങൾ കൃത്യമായി വിപണിയെ സ്വാധീനിച്ചേക്കും. പ്രത്യേകിച്ചും ഹോർമോസിൽ ഉണ്ടായിട്ടുള്ള പുതിയ അസ്വസ്ഥതകളെല്ലാം ഏത് രീതിയിൽ ആഗോള ഘടകങ്ങളെ സ്വാധീനിക്കുന്നതിനനുസരിച്ചുള്ള നീക്കമായിരിക്കും വിപണിയിൽ ഉണ്ടാവുക. ക്രൂഡ് ഓയിൽ വിലയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വർധനവ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്വാധീനം വിപണിയിൽ പ്രതികൂലമായി ഉണ്ടാവുകയും ചെയ്യും. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും വിപണിക്ക് ഒരു മുന്നോട്ട് നയിക്കുന്നതിൽ ഒരു പ്രതിരോധം തീർക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ പല ദിവസങ്ങളിലും വിപണിയിൽ വിൽപ്പനയിലായിരുന്നു. ഇനി വരും ദിവസങ്ങളിലും അവരുടെ നിലപാടുകൾ നിർണായകം തന്നെയായിരിക്കും. സാങ്കേതികമായി 24,200 എന്നുള്ള നിലവാരമാണ് മുൻനിര സൂചികയായി നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരത്തിന് മുകളിൽ അത് മറികടന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ തുടർച്ചയായ ഒരു നേട്ടം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. മറിച്ചാണെങ്കിൽ ഇപ്പോഴത്തെ 23,800, 24,200 എന്ന നിലവാരത്തിൽ വീണ്ടും ക്രമപ്പെട്ട് വ്യാപാരം തുടരാൻ തന്നെയാണ് സാധ്യത. നിലവിലെ സാഹചര്യത്തിൽ ചെറുകിട നിക്ഷേപകരുടെ നിലപാടുകളും വളരെ പ്രധാനം തന്നെയാണ്. മാത്രമല്ല IT മേഖലയിൽ ഇപ്പോൾ തുടരുന്ന ഒരു വിൽപ്പന സമ്മർദ്ദവും അതും വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. എന്തായാലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം. നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ നിർണായകമായിരിക്കും. ഒപ്പം തന്നെ ആഗോള സാഹചര്യങ്ങളും ആഗോള വിപണിയിലെ നീക്കങ്ങളും നിർണായകം തന്നെയായിരിക്കും. ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളിൽ പലതിലും സമ്മിശ്രമായാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇവിടെയും കഴിഞ്ഞ ആഴ്ചയിൽ നിന്നും മാറ്റമില്ലാതെയായിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. നന്ദി ശ്രീ ദിലീപ്. പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി ഉപഭോക്തൃ സംഗമം നടത്തി. തൃശൂർ കാസിനോ കൾച്ചറൽ സെന്ററിൽ നടന്ന സംഗമം സംസ്ഥാന സ്പോർട്സ് യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ മേയർ നിജി ജസ്റ്റിൻ മുഖ്യാതിഥിയായ ചടങ്ങിൽ ഗുരുവായൂർ MLA NK അക്ബർ, കൗൺസിലർ ഷോൺ പെലിശ്ശേരി, സിനിമാ സീരിയൽ താരങ്ങളായ ഷാജു ശ്രീധർ, റെനിഷ റഹ്മാൻ, ഹരിത നായർ തുടങ്ങിയവർ സംസാരിച്ചു. SLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. കമ്പനിയുടെ CSR പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സൂര്യ ഗോൾഡ് ലോൺ മാനേജിംഗ് ഡയറക്ടർ S ശിവകുമാർ, ചെയർപേഴ്സൺ സെൽവി ശിവകുമാർ, ധർമ്മപ്രിയ ഫിനാൻസിംഗ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ മൈത്രി സൂര്യനാഥ്, ഡോക്ടർ മീര കാശിറാം തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതിലിവിടെ നമുക്ക് കസ്റ്റമർ മീറ്റും +2 പിള്ളേർക്ക് ഫുൾ A+ വാങ്ങിച്ച പിള്ളേർക്ക് നമുക്ക് പഠനോപകരണം കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് പുറമെ അവർക്ക് അനുമോദിക്കുന്നുണ്ട്. ഇന്ന് കുറേ ദിവസമായി നമ്മൾ പ്ലാൻ ചെയ്യുന്നു. നമ്മൾ എന്തെങ്കിലും കസ്റ്റമർക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെയ്യണം പറഞ്ഞിട്ട്. അപ്പോൾ കറക്റ്റ് ടൈം വന്നപ്പോൾ നമ്മൾ കറക്റ്റായി ചെയ്യുന്നു. പിന്നെ അതിന് പുറമെ നമ്മൾ 25 years ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ധർമ്മപ്രിയ പറഞ്ഞിട്ട്. അതിൽ നമുക്ക് ഗോൾഡ് ലോൺ, പ്രോപ്പർട്ടി ലോൺ, വെഹിക്കിൾ ലോൺ, അതിന് പുറമെ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് നമ്മൾ അവൈലബിൾ ആയി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ കൂടുതൽ ബ്രാഞ്ചസ് കേരള ഒട്ടക്കാകെ ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു വിത്തിൻ 1 year നമ്മളത് പോസിബിളാക്കി എടുക്കും. താങ്ക് യു. വയനാട് ജില്ലയിൽ സ്വകാര്യ ബസ് സമരം ആരംഭിച്ചു. സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീകൾക്കായുള്ള സൗജന്യ KSRTC യാത്രയിൽ പ്രതിഷേധിച്ചാണ് സമരം. സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാൻ നടപടി വേണമെന്നും അല്ലെങ്കിൽ ജൂലൈ 1 മുതൽ മുഴുവൻ ബസ് സർവീസുകളും നിർത്തിവെക്കുമെന്നും ഉടമകൾ അറിയിച്ചു. കോഴിക്കോട് ആനക്കാംപൊയിൽ പതങ്കയം വെള്ളച്ചാട്ടത്തിൽ കാണാതായ യുവാവിനായുള്ള തിരച്ചിൽ വീണ്ടും ആരംഭിച്ചു. മലപ്പുറം സ്വദേശി ഷിബിലിയെ കണ്ടെത്താനുള്ള തിരച്ചിലാണ് 3ാം ദിവസവും തുടരുന്നത്. പ്രതികൂല കാലാവസ്ഥ കാരണം ഇന്നലെ വൈകിട്ടോടെ തിരച്ചിൽ അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നു. ഷിബിലിയെ കാണാതായതിന് തൊട്ടു താഴെയുള്ള 3 കയങ്ങളിലാണ് ഇന്നലെ തിരച്ചിൽ നടത്തിയത്. ഫയർഫോഴ്സ്, സ്കൂബ ഡൈവേഴ്സും മറ്റ് സന്നദ്ധ സേവകരും സംയുക്തമായിട്ടാണ് ഇന്നും കൂടുതലിടങ്ങളിൽ തിരച്ചിൽ തുടരുക. കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ഇന്ന് CPM പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. ഇരുവഞ്ഞിപ്പുഴയിൽ മഴവെള്ളപ്പാച്ചിലിൽ അകപ്പെട്ട് കാണാതായ യുവാവിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നതിനിടെ തൊട്ടടുത്ത പ്രദേശത്ത് വെച്ച് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റാഫ്റ്റിംഗ്
ഉദ്ഘാടനം ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ബഹുജന പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. കോടഞ്ചേരി ടൗണിലും ഇന്നലെ വൈകിട്ട് CPM പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ശനിയാഴ്ചയാണ് ഇരുവഞ്ഞിപ്പുഴയിലെ മഴവെള്ളപ്പാച്ചിലിൽ മലപ്പുറം സ്വദേശിയായ ഷിബിലി അകപ്പെട്ടത്. ശീതകാല പഴം പച്ചക്കറി കേന്ദ്രമായ ഇടുക്കി കാന്തല്ലൂരിൽ പ്ലം, പീച്ച് പഴങ്ങൾ വിളവെടുപ്പിന് പാകമായി. സീസൺ ആരംഭിച്ചുവെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇത്തവണ വിളവ് കുറവാണെന്ന് കർഷകർ പറയുന്നു. കാന്തല്ലൂർ, ഗുഹനാഥപുരം, പെരുമല, പുത്തൂർ, കീഴാന്തൂർ തുടങ്ങിയ പ്രദേശങ്ങളിലെ മലമടക്കുകളിലാണ് പ്ലം, പീച്ച് പഴങ്ങൾ പാകമായിരിക്കുന്നത്. 1 കിലോ പ്ലമ്മിന് 80 മുതൽ 150 രൂപ വരെയാണ് കർഷകർക്ക് മുൻ വർഷങ്ങളിൽ ലഭിച്ചിരുന്നത്. 10 മുതൽ 15 അടി വരെ ഉയരത്തിൽ വളരുന്ന മരത്തിൽ നിന്ന് കാലാവസ്ഥ അനുയോജ്യമാണെങ്കിൽ 50 മുതൽ 70 കിലോ വരെ പഴങ്ങൾ ലഭിക്കും. എന്നാൽ ഇത്തവണ കാലാവസ്ഥാ വ്യതിയാനം മൂലം വിളവിൽ വൻ കുറവുണ്ടായെന്ന് കർഷകർ പറയുന്നു. മഴ, വെയിൽ, മഞ്ഞ് എന്നിവ കാലം തെറ്റിയാണ് ലഭിക്കാറുള്ളത്. ഇത് കാർഷിക വിളകളെ സാരമായി ബാധിച്ചു. പ്ലമ്മിൻ്റെ സീസൺ എന്ന് പറയുമ്പോൾ നമുക്ക് ജൂൺ ജൂലൈയാണ് അതിൻ്റെ സീസൺ. മഴക്കാലമാണ്, പക്ഷെ എന്നാലും അതിൻ്റെ ഒരു സീസണാണ്. പിന്നെ മോസ്റ്റ്ലി ഇത് ടൂറിസം ആശ്രയിച്ചാണ് ഇവിടുത്തെ കർഷകർ ചെയ്യുന്നത്. മറയൂർ സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾ പ്ലം കൃഷി ചെയ്തിട്ടുള്ള ഫാമുകൾ സന്ദർശിക്കുന്നത് പതിവായിരുന്നു. ഇവർ കർഷകരിൽ നിന്ന് നേരിട്ടാണ് പഴങ്ങൾ വാങ്ങിയിരുന്നത്. എന്നാൽ പ്ലം വിളവ് കുറഞ്ഞത് ഫാം ടൂറിസത്തെ സാരമായി ബാധിച്ചു. പഴം നേരിട്ട് വിൽപ്പന നടത്തുന്നത് കൂടാതെ പ്ലം വൈൻ, ജാം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചും കർഷകർ വിൽക്കാറുണ്ട്. നിലവിൽ ആവശ്യക്കാർ ഏറെയുണ്ടെങ്കിലും വിളവ് കുറഞ്ഞതിനാൽ പ്രതിസന്ധിയിലാണ് കർഷകർ. അമൃത ന്യൂസ്, ഇടുക്കി. തുടരെ രണ്ടാം വട്ടവും വനിതാ T20 ലോകകപ്പിന്റെ സെമിയിലെത്താതെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഇന്ത്യ പുറത്ത്. 6 വിക്കറ്റുകളുടെ ജയമായിരുന്നു ഓസ്ട്രേലിയൻ വനിതകൾ സ്വന്തമാക്കിയത്. ഒരു ഓവർ ബാക്കി നിൽക്കെയായിരുന്നു ഓസീസിന്റെ ജയം. 170 റൺസായിരുന്നു ഇന്ത്യ നേടിയത്. 19 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ഓസീസ് വിജയലക്ഷ്യം മറികടന്നു. ഇന്ത്യ ഓസ്ട്രേലിയയോട് തോറ്റതോടെ ദക്ഷിണാഫ്രിക്കൻ വനിതകൾ സെമിയിലേക്ക് മുന്നേറുകയും ചെയ്തു. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.